ഹലോ ഗുഡ് ഈവനിങ്. ഹലോ ഗുഡ് ഈവനിങ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ഈവനിങ് ആശംസിക്കുകയാണ്. നിങ്ങൾ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് തിരക്കുകളൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയായിരിക്കും. ഇന്നലെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇന്നലെ ആര്യ മാഡത്തിന്റെ ക്ലാസ് ഒക്കെ ആയിട്ട് എല്ലാവരും നല്ലൊരു റിവ്യൂ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കുറെ പേര് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു. ആര്യ മാഡത്തിന്റെ ക്ലാസ്സുകൾ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം പ്രത്യേകിച്ച് ഡോക്ടേഴ്സ്, അതായത് മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ളവർ കുറെ അധികം ആയുർവേദ, ഹോമിയോ, ഡെന്റൽ ഡോക്ടേഴ്സ് നമ്മളൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞത് അവർ ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഡയറി ടെക്നോളജി ഫീൽഡിൽ നിന്ന് അല്ലായിരുന്നു എങ്കിൽ പോലും ആര്യ മാഡത്തിന്റെ ക്ലാസ് കേട്ടപ്പോൾ ഇത് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസറിനുള്ള എക്സാം അത്ര ഒരു ബാലികറ മലയല്ല, നേടാൻ പറ്റുന്നുള്ള ഒരു ചിന്ത അവർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത് തന്നെ വലിയ സന്തോഷം. നിങ്ങൾക്ക് ആ ഒരു ആത്മവിശ്വാസം വരണം ആദ്യം. ആ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിക്കുക. ഓക്കെ, ഇതിപ്പോ അത്ര വലിയ എന്താ പറയാ നേടിയെടുക്കാൻ പറ്റാത്ത വലിയ റോക്കറ്റ് സയൻസ് ഒന്നല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾ കൂടെ നിൽക്കുക. നമ്മൾ ഈ ഒരു പ്രോഗ്രാം മുഴുവനായിട്ട് പറഞ്ഞത് 1.5 മണിക്കൂർ ഡെയിലി ചെലവഴിക്കുക. ഓക്കെ, 1.5 മണിക്കൂർ ഡെയിലി ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ലൈവ് ആയിട്ടുള്ളത് 8 മണി മുതൽ 9 മണി വരെയുള്ള ക്ലാസ്സുകൾ. ഓക്കെ, ഈ 8 മണി മുതൽ 9 മണിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ഒരു ടി വി ഷോ കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കരുത്. ഒരു പേപ്പറും പേനയൊക്കെ എടുത്ത് എന്തെങ്കിലും കുത്തിക്കുറിക്കുക. ഓക്കെ, അതായത് ഈ മാഡം ഇപ്പോൾ ഇന്ന് എടുക്കുന്ന മാഡം ആണെങ്കിലും ആരാണെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ അവർ കറക്റ്റ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് പറയും. ആ പോയിന്റ്സ് അവരെന്തായാലും നോട്ട്സ് അത് കഴിഞ്ഞ് തരും, അതൊരു കാര്യം. പക്ഷെ നിങ്ങൾക്ക് ക്ലാസ്സിൽ മനസ്സിലാകുന്ന കാര്യമാണ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്തെടുക്കുക. അതായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉപകരിക്കുക. എന്ന് മാത്രമല്ല, ഒരു ക്ലാസ്സിൽ 1 മണിക്കൂർ പഠിപ്പിക്കുമ്പോൾ പല കാര്യങ്ങളും ഇമ്പോർട്ടന്റ് അല്ലാത്തതും ആയതുമായ കാര്യങ്ങൾ അവർ പറഞ്ഞു പോകും. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ വരുമ്പോൾ ആ ടീച്ചർ പ്രത്യേകിച്ച് പറയും ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ കാരണം അത് അവരെവിടെ നിന്നാ വരുന്നത്? ഒന്ന്, അവർ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയിട്ടുണ്ട്. രണ്ട്, അവർ സിലബസ് നോക്കിയിട്ടുണ്ട്. ഇതിലെല്ലാവരി കഴിഞ്ഞ 8-10 വർഷത്തെ അവരുടെ ടീച്ചിങ് എക്സ്പീരിയൻസ്, അതാണ് ഇവിടുത്തെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യം. അതായത് ഈ ഒരു മേഖലയിൽ തന്നെ ഫുഡ് ടെക്നോളജി പോലുള്ള മേഖലകളിൽ അവരൊരു ശക്തമായിട്ടുള്ള എക്സ്പീരിയൻസ്, അതിൽ നിന്ന് പറയും ഓക്കെ ഇത് ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അപ്പൊ അവിടെ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ അത് നമുക്കൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു നമ്മുടെ സെൽഫ് നോട്ട്സ് ആയിട്ട് മാറുന്നു. ഇങ്ങനെ നിങ്ങൾ 8 മണി മുതൽ 9 മണി വരെ ഒരു സെൽഫ് നോട്ട് പ്രിപ്പറേഷൻ നടത്തുന്നു. ജസ്റ്റ് നിങ്ങൾ അന്ന് കിടക്കുന്നതിന് മുന്നേ തന്നെ ഒരു അരമണിക്കൂർ എടുത്ത്, അരമണിക്കൂർ ഒന്നും വേണമെന്നില്ല, 1 മണിക്കൂറിന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് എടുത്താൽ മതിയാവും. ആ ഒരു സമയം എടുത്ത് നിങ്ങൾ ആ നോട്ട്സ് ഒന്ന് മറച്ച് നോക്കിയിട്ട് കിടക്കുക. ഓക്കെ, ഒരു 10-15 മിനിറ്റ്. എന്നിട്ട് നാളെ രാവിലെ എണീക്കുമ്പോൾ വീണ്ടും അതൊന്ന് റിവൈസ് ചെയ്യാം, ഒരു 15 മിനിറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, 1.5 മണിക്കൂർ ഡെയിലി, 1 അവർ ഓഫ് ക്ലാസ്, ഹാഫ് അവർ ഓഫ് റിവിഷൻ. ഹാഫ് അവർ റിവിഷൻ എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ് രാത്രിയിലും ഒരു 15 മിനിറ്റ് അതിരാവിലെയും. ഇത്രയും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇതെങ്കിലും നിങ്ങൾ ചെയ്യണം. നമ്മളൊരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ ഒരു മിനിമം കാര്യങ്ങളെങ്കിലും, ഒരു മിനിമം സഫറിംഗ് എങ്കിലും, മിനിമം പെയിൻ എങ്കിലും നമ്മൾ എടുക്കണം. അപ്പൊ അതിൽ സംശയമൊന്നുമില്ല. കാരണം വലിയ ലക്ഷ്യങ്ങളിലേക്ക് വരാൻ വേണ്ടി ചെറിയ സാധനങ്ങൾ നമ്മൾ എടുത്തേ പറ്റുള്ളൂ. വേണമെങ്കിൽ ഈ ഒരു മണിക്കൂർ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഷോ നടക്കുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ വേറെ കണ്ടുകൊണ്ടിരിക്കാം. പക്ഷെ അതല്ല, ഒരു നല്ല ലക്ഷ്യം. ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ടാർഗറ്റ് എന്താണ്? നമ്മുടെ ടാർഗറ്റ് ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ഒരു താൽക്കാലിക ടാർഗറ്റ് ആണ്. നിങ്ങൾ ഹയർ ടാർഗറ്റുകൾ വെക്കണം. നമ്മുടെ ടാർഗറ്റ് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ അവർ കേൾക്കും ഇയാൾ എന്ത് വട്ടായി പറയുന്നത്, ഇവിടെ സിവിൽ സർവീസിലുള്ള ക്ലാസ് ആണ് എടുക്കുന്നത്. അല്ല, ഞാനതിന് ഒരു ലക്ഷ്യം, വ്യക്തമായിട്ടൊരു ലക്ഷ്യങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ട് ഇവിടെ എക്സാം എഴുതുന്നു, അത് ക്ലിയർ ചെയ്യുന്നു, അതിൽ കയറുന്നു. നിങ്ങൾ ഏതാണ് ഒരു ഗസറ്റഡ് ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥനായി മാറുന്നു. അവിടെ നിങ്ങൾ 2 വർഷം പ്രൊബേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ KS സ്ട്രീം 3 ആയി മാറാം. ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർക്ക് KS പ്രത്യേക സംവരണമുണ്ട്. വലിയ കട്ട് ഓഫോ അല്ലെങ്കിൽ വലിയ കോമ്പറ്റീഷനോ വരുന്നില്ല. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു KS ഉദ്യോഗസ്ഥനായി മാറാം. ഓക്കെ, ഒരു KS ഉദ്യോഗസ്ഥനായി മാറാം. ഇത് ഞാൻ വെറുതെ ഒരു മോഹന വാഗ്ദാനം അല്ല തരുന്നത്. നിങ്ങൾ ഈ KSന്റെ കട്ട് ഓഫുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ വട്ടം സ്ട്രീം 1 മെയിൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടുന്ന കട്ട് ഓഫ് 140 ആണ്. 140 മാർക്കാണ്. അതായത് 300 മാർക്ക് വന്ന്. എന്നാൽ സ്ട്രീം 3 വന്ന കട്ട് ഓഫ് ജസ്റ്റ് 80 മാർക്സ് ഔട്ട് ഓഫ് 300. 300 മാർക്കിൽ 80 മാർക്ക് മാത്രം മതി സ്ട്രീം 3. അപ്പൊ നിങ്ങൾ സ്ട്രീം 3ലേക്കാണ് ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർ വഴി കിടക്കാൻ പോകുന്നത്. അങ്ങനെ KSലെത്തിയ നിങ്ങൾ 8 വർഷം പിന്നിടുമ്പോൾ 8 വർഷം കഴിഞ്ഞാൽ KS ഉദ്യോഗസ്ഥന്മാരെ കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായിട്ട് മാറ്റും. കാരണം KS ഉള്ളത് ഡെപ്യൂട്ടി കളക്ടർ പോസ്റ്റ് ആണ്. അപ്പൊ അതിന് മുകളിലുള്ള പിന്നെ കളക്ടർ പോസ്റ്റ് ആണ്. കളക്ടർ ആണെങ്കിൽ എന്താണ്, IAS കോൺഫർ ആവണം. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളൊരു ഫുഡ് സേഫ്റ്റി ഓഫീസർ ഒരു ചെറിയ ഏതെങ്കിലും ഒരു സർക്കാർ ജോലിക്ക് വേണ്ടിയല്ല, നിങ്ങൾ ഉയർന്ന ലക്ഷ്യങ്ങളിലേക്കാണ് എത്തുന്നത്. അതായത് ഇവിടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ കേരള സർക്കാർ ജോലിക്ക് ആരംഭിച്ച്
അവിടെ നിന്ന് KS എത്തി. അതിൽ നിന്ന് ഈ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മഹത്തായുള്ള ജോലിയായിട്ടുള്ള സിവിൽ സർവീസ്, അതായത് IAS എന്ന ലക്ഷ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഉയർന്ന ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ ദിവസം 1.5 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കണം. അതിൽ കൂടുതൽ മാറ്റിവെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഈ രീതിയിൽ നിങ്ങൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർ നേടാം. വെറും ഒരു സർക്കാർ ജോലിയല്ല, ഇന്ത്യയിലെ ഉന്നതമായിട്ടുള്ള പദവികളിലേക്കുള്ള ഒരു വാതിലാണിത്. ഈ ഒരു ലക്ഷ്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇത് നിങ്ങൾക്ക് മറ്റാരും പറഞ്ഞു തരില്ല. മറ്റാരും എന്താ, അവരെ ചിലപ്പോൾ ആളുകൾ പറയാം ഒക്കെ ഫുഡ് സേഫ്റ്റിക്ക് പഠിക്കാം, കുറെ ഫുഡ് ടെക്നോളജി പഠിക്കാം. അങ്ങനല്ല. നമ്മുടെ ലക്ഷ്യം എന്താ, നമ്മൾ എങ്ങോട്ടാണ്, നമുക്ക് കറക്റ്റ് ഡയറക്ഷൻ വേണം, ഒരു വിഷൻ വേണം. ആ വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നേട്ടം ഉണ്ടാവുള്ളൂ. ഇത് ഏത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നു. ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി നിങ്ങൾ ഈ എക്സാം എഴുതുന്ന നിർബന്ധമില്ല. മെഡിക്കൽ ഫീൽഡ് വർക്കാണെങ്കിൽ സർക്കാർ ജോലിക്ക് വേണ്ടി കുറെ അധികം കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളുടേതായ ഫീൽഡുകളിൽ എക്സാം എഴുതാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ള, ഗസറ്റഡ് ലേഖകളിൽ ഏറ്റവും കൂടുതൽ ഒഴിവുള്ള ഒരു പരീക്ഷയാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് തന്നെ 114 പേർക്ക് അപ്പോയിന്റ്മെന്റ് ഇതുവരെ ആയിട്ടുണ്ട്. അത് 150ന്റെ അടുത്ത് ഒരു അപ്പോയിന്റ്മെന്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് വളരെ വിജയകരമായിട്ട് നിങ്ങൾക്ക് ഗസറ്റഡ് റാങ്കിലേക്ക് എത്താം. അവിടെ നിന്നുകൊണ്ട് KS എത്തിപ്പിടിക്കാം. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സിവിൽ സർവീസ് എത്തിപ്പിടിക്കാം. ഇത് പറയുമ്പോൾ ഞാൻ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ആളുകൾ കിട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ KS സ്ട്രീം 3-ൽ 1ാം റാങ്ക് നേടിയ 3ാം റാങ്ക് നേടിയ ഡയലാൻ തോമസ് എറണാകുളം ജില്ലക്കാരനാണ്. അദ്ദേഹം ഒരു എറണാകുളം ജില്ല ഗസറ്റ് ഓഫീസർ ആയിരുന്നു. ആ സമയത്താണ് അദ്ദേഹം നമ്മുടെ KS ലീഡ് IASന്റെ KS കോച്ചിങ് ജോയിൻ ചെയ്യുന്നത്. നമ്മൾ ഇവിടുത്തെ ആ ഒരു പ്രോഗ്രാം ഒക്കെ കറക്റ്റായിട്ട് അദ്ദേഹം അറ്റൻഡ് ചെയ്തു, അദ്ദേഹം അധ്വാനിച്ചു. എന്നാലും നമ്മളൊരു സ്ട്രീം 1-ലുള്ള ആളുകൾ അത്രയൊരു കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നില്ല. അദ്ദേഹം ഇപ്പോൾ 3ാം റാങ്കോട് കൂടി KS സ്ട്രീം 3-ൽ 3ാം റാങ്കോട് കൂടി KS ഓഫീസറാണ്. ഓക്കെ, ഡെപ്യൂട്ടി കളക്ടറായിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നു. ഇനി അടുത്ത 8 വർഷത്തിനുള്ളിൽ ഇദ്ദേഹം എന്തായി മാറും, കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായി മാറും. ഓക്കെ, അപ്പൊ അതായത് നിങ്ങൾ ഫുഡ് സേഫ്റ്റി ഓഫീസറായി ഇവിടെ അവസാനിക്കാനുള്ളതല്ല, നിങ്ങൾ എവിടെ തുടങ്ങുന്നുള്ളതല്ല, എവിടെ എത്തിച്ചേരുന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. അപ്പൊ ഇതൊരു ലാഡറിൽ കയറുന്ന പോലെ നിങ്ങൾക്ക് ഇത് കയറി പോകാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിരുന്നു, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ളത്. ഇത് ഞാൻ കുറെ പേര് പുതുതായിട്ട് വന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ 5 മിനിറ്റ് എടുത്തത് പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ബയോളജി ഫീൽഡുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, ഏതെങ്കിലും കെമിസ്ട്രി ഫീൽഡുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. അവിടെ ഇക്വലൻസി എന്നുള്ള ഒരു ഇത് കൊടുത്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പൊ അത് ഇത്ര മാത്രം. നിങ്ങൾ കേരള PSC പോർട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിൽ, കേരള PSCയുടെ ആ ഒരു പോർട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തുളസി പോർട്ടൽ നോക്കുകയാണെങ്കിൽ അവിടെ വ്യക്തമായിട്ട് ഓക്കെ ഇന്ന ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ എന്ത് ചെയ്യാം, നിങ്ങൾ ഇൻഎലിജിബിൾ ആണെന്ന് കാണിച്ചാൽ പോലും അപ്ലൈ വിത്ത് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ആ അപ്ലൈ വിത്ത് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ അവിടെ കൊടുക്കുക. ഹയർ ക്വാളിഫിക്കേഷൻ, ലോവർ ക്വാളിഫിക്കേഷൻ, അതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇവിടെ ആരും ചോദിക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ എക്സാം എഴുതാനുള്ള എല്ലാ യോഗ്യതയും നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ വിത്ത് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ, അത് അപ്ലൈ ചെയ്യുന്നു, ആ എക്സാം എഴുതുന്നു. അതിനുശേഷം എക്സാമിന് ശേഷം റിസൾട്ട് വരുമ്പോൾ അവർ ഇന്റർവ്യൂവിന് വിളിക്കും. ഇന്റർവ്യൂ കഴിഞ്ഞ് പിന്നെ ഒരു പ്രോസസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. അതായത് ഇന്നത്തേക്ക് ഒരു അടുത്ത നവംബറിലേക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് വളരെ വ്യക്തമായിട്ട് അവിടെ എത്തുന്നു. ഇപ്പൊ സർട്ടിഫിക്കറ്റ്സ് കാണിക്കുന്നു, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും. അപ്പൊ അതുകൊണ്ട് അതിൽ യാതൊരു സംശയമില്ല, നിങ്ങൾക്ക് ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ 2021 നമ്മൾ കോച്ചിങ് കൊടുത്തപ്പോൾ അതില് ഒരു ഞാൻ അവരെ പേര് വീണ്ടും വെളിപ്പെടുത്തില്ല, ആ ഒരു ലേഡി, അവര് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. നിങ്ങൾ ആ ക്വാളിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല. അവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ് ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, പിന്നെ അതുപോലെ ബയോ കെമിസ്ട്രി, മൈക്രോബയോളജി, ബയോടെക്നോളജി, അതുപോലെ മെഡിക്കൽ MBBS, BDS, BHMS, BAMS എന്നേ പറഞ്ഞുള്ളൂ. അവിടെ എവിടെയും എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് പറഞ്ഞിട്ടില്ല. ആ ലേഡി എക്സാം എഴുതുകയും അതിലെ റിസൾട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാനത് പേര് പറയുന്നില്ല, അവർ ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുക്കുന്നുള്ളതാണ്. ഇത് രീതിയിൽ നിങ്ങൾ അവർ കേരളത്തിന് പുറത്താണ് പഠിച്ചത്, അതായത് നിങ്ങൾക്ക് കേരളത്തിന്റെ പുറത്ത് പഠിച്ചവർക്ക് എന്ത് വാങ്ങാം, ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് എടുത്ത് ഇത് എക്സാം എഴുതാം, ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പൊ അതായത് എക്സാമിന്റെ അപ്ലൈ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക. April 3 ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. April 3 ലാസ്റ്റ് ഡേറ്റ് ആണ്, ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇതിന്റെ സിലബസിനെ കുറിച്ച് ആളുകൾക്ക് ചില ഡൗട്ട് ഉണ്ട്. ഈ സിലബസിൽ കൂടുതൽ പ്രാമുഖ്യമുള്ള ടെക്നിക്കൽ തന്നെയാണ്. ഇനി നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഏരിയാസ് ഏത് വരും എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ നോൺ ടെക്നിക്കൽ ഏരിയാസിനെ കുറച്ച് കുറവ് സംഭവിക്കാം. നോൺ ടെക്നിക്കൽ ഏരിയാസ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മെന്റൽ എബിലിറ്റി കാര്യങ്ങൾ, അത് നമ്മൾ അവസാനത്തേക്ക് എടുക്കുന്നുള്ളൂ. അതായത് ഈ വർഷത്തേക്കുള്ള എക്സാമിന്റെ സിലബസ് അതേപോലെ വന്നിട്ടില്ല എങ്കിൽ പോലും ഈ കഴിഞ്ഞ 2 വട്ടം എക്സാം നടന്നപ്പോഴും ടെക്നിക്കൽ സിലബസ് അതേപോലെ നിന്നു. അതിന്റെ ഓരോ വർഷം ഇമ്പോർട്ടൻസ് കൂടുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ആശങ്കയെ വേണ്ട. ടെക്നിക്കൽ സിലബസ് അതേപോലെ തന്നെ ഉണ്ടാവും, അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് ആ ടെക്നിക്കൽ എക്സാംസ് നടത്തുമ്പോൾ അതിൽ ഏറ്റവും ക്വാളിഫൈഡ് ആളുകളാണ് നമുക്കുള്ളത്. ഇന്നലെ അടുത്ത ആര്യ മാഡം നിഫ്റ്റത്തിൽ നിന്ന് PhD കഴിഞ്ഞ് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി മണ്ണുത്തിയിലെ ഒരു ഫാക്കൽറ്റി ആയിരുന്നു. നിങ്ങൾ ആ ക്ലാസ്സിൽ കണ്ടു കാണും, മികച്ച ക്ലാസ്സുകളാണ്. അതിനെക്കുറിച്ച് നമുക്ക് റിവ്യൂ വന്നു കഴിഞ്ഞു. ഇനി ഇന്നത്തെ ഫാക്കൽറ്റിയെ കുറിച്ച് പറഞ്ഞാൽ സിമ്മി മാഡത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇതേപോലെ തന്നെ 8 വർഷത്തോളം ടീച്ചിങ് എക്സ്പീരിയൻസ്, അതുപോലെ CSIR നെറ്റ് ബയോകെമിസ്ട്രി ക്വാളിഫൈ ആയ വ്യക്തി. നെറ്റ് ആ ഒരു സയൻസ് സബ്ജക്ട് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എഴുതിയിട്ടുള്ളവർക്ക് അറിയാം, അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. എന്ന് മാത്രമല്ല, ഈ കോമ്പറ്റീവ് മേഖലയിൽ കുറേയധികം നാളുകളായിട്ട് ഒരു അതായത് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു മാഡമാണ്. ഒപ്പം തന്നെ ഇതിലെല്ലാം ഉപരി ഈ മേഖലയിൽ ഏറ്റവും പ്രമുഖ സ്ഥാപനമാണ് കേരള അഗ്രികൾച്ചർ, അതുപോലെ കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി. അവിടുത്തെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ഫുഡ് ക്വാളിറ്റി അഷുറൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഫാക്കൽറ്റി ആയിട്ടുമാണ് മാഡം വർക്ക് ചെയ്യുന്നത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച അധ്യാപകരാണ് ഓരോ സബ്ജക്റ്റും നമുക്കുള്ളത്. ഇനി നാളെയാണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് സിദ്ധാർത്ഥ് സാർ ആയിരിക്കും വരിക. അദ്ദേഹം ഇതേപോലെ തന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ വരുന്ന സുഹേല മാഡം. അതായത് നമുക്കിവിടെ വരുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മികച്ച അധ്യാപകർ. ഒപ്പം തന്നെ അത് കഴിഞ്ഞ് നമ്മൾ 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ICAR സയന്റിസ്റ്റുകൾ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ICAR സയന്റിസ്റ്റ്, അതായത് ഈ ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, വെറ്റിനറി സയൻസ് മേഖലയിലെ പ്രമുഖരാണ് നമുക്ക് ക്ലാസ് എടുക്കുക. അപ്പൊ അവരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചെറുപ്പിന്റെ വാരഴിക്കാൻ പോലും ഞാൻ യോഗ്യമില്ല എന്ന് പറയും. കാരണം ഈ ടെക്നിക്കൽ മേഖലയിൽ അവരൊക്കെ അത്രയുള്ള നോളജ് ശരിക്കും പറഞ്ഞാൽ എനിക്കുമില്ല, അതുപോലെ എനിക്ക് തോന്നുന്ന ഇവിടെയുള്ള ആർക്കും ഇല്ല. എന്ന് മാത്രമല്ല, അവരത് പഠിപ്പിക്കുന്ന ആ രീതിയിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ മാഡത്തിന് കൈമാറുകയാണ്. തീർച്ചയായിട്ടും മാഡം നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ സിമ്മി മാഡം, എനിക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എൻ്റെ പേര് സിമി, വീട് തൃശ്ശൂരാണ്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് FS1 ക്ലാസ് എടുക്കാൻ പോവാണ്. ഇപ്പൊ ഞാൻ എടുക്കാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ് എന്ന് പറഞ്ഞ സെക്ഷനാണ്. അപ്പോൾ ബയോകെമിസ്ട്രി എന്താണെന്ന് അറിയാൻ പറ്റും എല്ലാവർക്കും? ബയോകെമിസ്ട്രി എന്താണ് ബയോകെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളത്? ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ഓഫ് ബയോളജിക്കൽ റിയാക്ഷൻസ് ആണ് പഠിക്കുന്നത്. ബയോകെമിസ്ട്രിയിൽ നമ്മൾ കെമിസ്ട്രി ഓഫ് ബയോളജിക്കൽ റിയാക്ഷൻസ് ആണ് കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പൊ വാട്ട് ആർ ദ മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ. ഞാൻ ഇനിയിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് കയറാൻ പോവാണ്. നമുക്ക് ഒരുപാട് എടുക്കാനുണ്ട്. പിന്നെ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, പോയിന്റ്സ് നോട്ട് ചെയ്യുക. ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ അതിനൊപ്പം തന്നെ പഠിക്കാൻ നോക്കുക. ബയോകെമിസ്ട്രി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ അത് അത്യാവശ്യം ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നന്നായി ശ്രദ്ധിക്കുക, പോയിന്റ്സ് നോട്ട് ചെയ്യുക. പിന്നെ FS1 എക്സാം എല്ലാവർക്കും ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ PSCയുടെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് CSIRന്റെ ഒക്കെ ഒരു പാറ്റേൺ പോലെയാണ്. നമ്മൾ പണ്ടത്തെ പോലെ ഒരു MCQ എടുത്ത് അങ്ങനെ ചെയ്താൽ നമുക്ക് PSC ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏതൊരു ടോപ്പിക്കും പഠിക്കുമ്പോൾ ആ ടോപ്പിക്ക് വളരെ വ്യക്തമായി ക്ലിയർ ആയിട്ട് പഠിക്കാൻ നോക്കണം. കാരണം അവർ ഓപ്ഷൻ തരുമ്പോൾ തന്നെ 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യണം. ചിലപ്പോൾ ABC കറക്റ്റ്, BC അങ്ങനെ ഓപ്ഷൻ ഏതാണോ അതിനനുസരിച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ ആ കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഓരോ ടോപ്പിക്കും അത്യാവശ്യം വൈഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ നോക്കാം. അത് ഏത് ബുക്ക് എടുത്ത് പഠിക്കുകയാണെങ്കിലും ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അത്യാവശ്യം ബുക്ക് റെഫർ ചെയ്തിട്ടാണ് നോക്കിയിട്ടുള്ളത്. കുറച്ചും കൂടി ഫോറിൻ ഓതേഴ്സിന്റെ ബുക്ക് വായിക്കാൻ നോക്കാം. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഫോറിൻ ഓതേഴ്സിന്റെ ബുക്ക് വായിക്കുക. പിന്നെ നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് കുറച്ച് MCQ തരും. ആ MCQ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ നമുക്ക് പോവാം ക്ലാസ്സിലേക്ക്. ഇത്രയും കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് ചോദിച്ചു നോക്കട്ടെ, വാട്ട് ആർ ദ മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ അവർ ഫുഡ്? Macronutrients എന്ന് പറയുകയാണെങ്കിൽ the nutrients that is required large amount in our body, they are known as macronutrients. Nutrients are required large amount in our body. Examples of macronutrients are carbohydrates, proteins and fat. Clear? So macro, it required large amount in our body and they are the carbohydrates, protein and fat. Clear? And then next one is micronutrients. So micronutrients are required very small amount in our body. We required very small amount for our body.
and they are vitamins and minerals. Micronutrients are required very small amount, whereas in the case of macronutrients, they are requiring large amount. And then today's class, it deals with carbohydrates. Okay, and then today class, എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ആൻഡ് ദെൻ എന്താണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാർബോഹൈഡ്രേറ്റ്സ് ആർ belong to the category of macronutrients. Carbohydrates belong to the category of macronutrients. So whatever components that is present in our carbohydrates, whatever components are present in carbohydrate. So carbohydrates are the polyhydroxyaldehyde or it is ketone. Carbohydrates are polyhydroxyaldehyde or ketone. And then what are the major minerals that are present in our carbohydrate are carbon, hydrogen, and oxygen. So these are the major components that is present in our carbohydrate. And then the general formula of this carbohydrate is CnH2nON. It is the general formula of carbohydrate. And then in addition to carbon, hydrogen, and oxygen in carbohydrate, we can see nitrogen, phosphorus, and sulfur. Clear? So carbohydrates are the polyhydroxyaldehyde or ketone. And then the major component that is present in our carbohydrates are carbon, hydrogen, and oxygen. General formula, it is CnH2nON. And then apart from this carbohydrate, we can see nitrogen, phosphorus, and sulfur. And then what are the functions of carbohydrate? So carbohydrates features are, they are also known as saccharides. The carbohydrates are also known as saccharides, and majority of carbohydrate are sweet in nature. Majority of carbohydrate are sweet in nature. നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുമോ കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റിയിട്ട്? ഏതൊക്കെയാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ്? ഏതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സിന്റെ കാറ്റഗറിയിൽ വരുന്നത്? നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും മൈക്ക് ഓൺ ചെയ്തിട്ട് ഇടയ്ക്ക് ഒന്ന് ഇന്ററാക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാർബോഹൈഡ്രേറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? കാർബോഹൈഡ്രേറ്റ്സ് കാറ്റഗറിയിൽ വരുന്നതാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, സ്റ്റാർച്ച്, മാൾട്ടോസ്, ലാക്ടോസ്, സുക്രോസ്. ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് എക്സാമ്പിൾ ആണ് അല്ലേ? അപ്പൊ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് ദേ ആർ പ്രൊവൈഡിങ് എനർജി. എനർജി പ്രൊവൈഡ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ്സ് എന്തൊക്കെയാണ്? മെയിൻ ഫങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ദേ ആർ പ്രൊവൈഡിങ് എനർജി. എനർജി കൊടുക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ഏതൊക്കെയാണ്? സ്റ്റാർച്ച് ആൻഡ് ഗ്ലൈക്കോജൻ. Okay, starch and glycogen are the energy form of carbohydrate. So starch എടുക്കുകയാണെങ്കിൽ it is present in plants. Okay, starch is present in plants and it is an example of storage polysaccharide. Starch is an example of, അത് നോട്ട് ചെയ്ത് വെക്കണം, it is an example of storage polysaccharide in plants. Whereas in the case of glycogen, it is the animal storage polysaccharide in animals. എക്സാമിന് ചോദിക്കും സ്റ്റോറേജ് പോളിസാക്കറൈഡ്. സൗണ്ട് കുറവാണ്. സൗണ്ട് കുറവാണോ? അതെ. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഉറക്കെ പറയാം ഒന്നുകൂടി. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഫസ്റ്റ് ഉണ്ടായിരുന്ന അത്ര സൗണ്ട് ഇല്ല. ഇല്ല ഇല്ല, സൗണ്ട് ഉണ്ട്. ഉണ്ടോ? ഞാൻ ഉറക്കെ കേൾക്കുന്നുണ്ട് മാം. ഞാൻ ഇത് ഒന്നും കൂടി പറഞ്ഞു തരാം. കാർബോഹൈഡ്രേറ്റ്സ് ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണ് അല്ലേ? ഓക്കെ. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഓക്കെ, ഫങ്ഷൻസ്. സോ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്? ഇറ്റ് പ്രൊവൈഡ് എനർജി. ഓക്കെ, എനർജി പ്രൊവൈഡ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ്സ് ഏതൊക്കെയാണ്? ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് ഇറ്റ് ഇസ് സ്റ്റാർച്ച്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എല്ലാവർക്കും അറിയാം സ്റ്റാർച്ച് അല്ലെ? ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ ദ
റൂട്ട് അല്ലെ, റൂട്ട്സ് വെജിറ്റബിൾസില്, ട്യൂബേഴ്സില്, പൊട്ടാറ്റോയില് ഒക്കെ പ്രസന്റ് ചെയ്തിരിക്കുന്ന വൺ ഓഫ് ദ കാർബോഹൈഡ്രേറ്റ് ആണ് സ്റ്റാർച്ച്. സോ സ്റ്റാർച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്റ്റോറേജ് പോളിസാക്കറൈഡ്. സോ ഇൻ വിച്ച് വേ ദ സ്റ്റാർച്ച് ഇസ് സിന്തസൈസ്ഡ്? എങ്ങനെയാണ് സ്റ്റാർച്ച് സിന്തസൈസ് ചെയ്യുന്നത്? Photosynthesis. Okay, starch is synthesized by plants by a process of photosynthesis. Okay, and then another one is, another storage polysaccharide is glycogen. Okay, another storage polysaccharide is glycogen. That is, the excess amount of glucose is converted into glycogen and it is stored in liver. Clear? Excess amount of glucose, whether glucose level is very high, at that condition, which hormone is produced? When glucose level is very high, we have to reduce the level of glucose. At that time, hormone insulin is produced. Okay, then insulin, the glucose is converted into glycogen. So glycogen is an example of storage polysaccharide that is present in animals. Starch, it is synthesized by plants by a process is known as photosynthesis. Okay. And then another one, these carbohydrates are the structural components. So what is meant by the structural components? Okay. So structural components means in the case of plants, their cell wall of this plant is made up of cellulose. Okay, the plant cell wall is made up of cellulose. So cellulose is an example of structural polysaccharide. Okay, and then another important point is the cellulose is the most abundant polysaccharide. ബിക്കോസ് നമ്മുടെയൊക്കെ അറിയാം, നമ്മുടെ അറ്റ്മോസ്ഫിയർ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണ്? പ്ലാന്റ്സ് ആണ് അല്ലെ. സോ പ്ലാന്റ്സിന്റെ സെൽ വോൾ എല്ലാം മേഡപ്പ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുലോസ് ആണ്. അപ്പൊ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, വിച്ച് വൺ ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് പോളിസാക്കറൈഡ്. അങ്ങനെ പറയുന്ന ഒരു പോളിസാക്കറൈഡിന് എക്സാമ്പിൾ ആണ് ഇത് പറയുന്നത്, സെല്ലുലോസ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു പോളിസാക്കറൈഡ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് കൈറ്റിൻ. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവും. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റിൽ പറഞ്ഞതാണ്. ഇതിന് ഓരോന്നിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകും. അപ്പൊ സ്ട്രക്ചറൽ പോളിസാക്കറൈഡ് പ്ലാന്റ്സിലാണെങ്കിൽ എന്താണ് വരുന്നത്? സെല്ലുലോസ് ആണ്. ഇൻ ദ കേസ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ക്രസ്റ്റേഷ്യൻസ്, അതിന്റെ ബോഡി എക്സോസ്കെൽട്ടൺ ഓഫ് insects and crustacean, it is made up of chitin. It is made up of an polysaccharide is chitin. Clear? So one of the functions of carbohydrate is it provides energy, that is starch in the case of plants and glycogen in the case of animals. And then these carbohydrates are also known as saccharides. And then this carbohydrate is synthesized by the process is known as photosynthesis. Carbohydrate is synthesized by a process is known as photosynthesis. Okay. And then in some cases, the glucose, it is synthesized by a process is known as gluconeogenesis. അതായത് ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയാണ്, നമ്മുടെ ബോഡിയിൽ എങ്ങാനും ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയുമ്പോൾ എന്ത് ചെയ്യണം? ഗ്ലൂക്കോസിന്റെ ലെവൽ കൂട്ടണം. അറ്റ് ദാറ്റ് ടൈമിൽ ഒരു ഹോർമോൺ ഉണ്ട്, ഗ്ലൂക്കോസിന്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ വരും. ഓക്കെ, ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺ ആണ് ഇൻസുലിൻ, ബട്ട് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ. അപ്പൊ ഈ ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻവോൾവ് ഇൻ ദ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സ്. അങ്ങനെയും ബോഡിയിൽ എന്ത് സിന്തസൈസ് ചെയ്യും? ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യും. അപ്പൊ that process is known as gluconeogenesis. That is synthesis of glucose from non-carbohydrate sources. Clear? So energy form of carbohydrates are starch and glycogen. And another one is the structural form of carbohydrate are cellulose and chitin. So chitin, exam important ആയ ഒരു പോയിന്റ് ആണ്. It is present in the exoskeleton. The polysaccharide, it is present in the exoskeleton of insects and crustacean. It is chitin.
And then plant cell wall, it is made up of the polysaccharide is cellulose. Okay. And another function of this carbohydrate are, they are the components of nucleic acids and coenzyme. So carbohydrates are the components of nucleic acids. Nucleic acids ഏതൊക്കെയാണ് nucleic acids വരുന്നത്? ഏതൊക്കെയാണ് nucleic acids? DNA, RNA അല്ലെ? DNA ഉണ്ട്, RNA ഉണ്ട്. സോ DNA എന്ന് പറയുകയാണെങ്കിൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് ഇസ് റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA ആണ് എന്ത് പറയുന്നത്? ജനറ്റിക് മെറ്റീരിയൽ. ആൻഡ് RNA, ഇറ്റ് ഇസ് ജനറ്റിക് മെറ്റീരിയൽ ഇൻ സം വൈറസസ്, ടൊബാക്കോ മൊസൈക് വൈറസ്, അതിലൊക്കെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ഏതാണ് വരുന്നത്? RNA ആണ് വരുന്നത്. അപ്പൊ DNA-യിലെയും RNA-യുടെയും കമ്പോണൻസ്, വൺ ഓഫ് ദ കമ്പോണൻറ്റ് ഷുഗേഴ്സ് പ്രസന്റ് ആയിരിക്കും. DNA-യിലും RNA-യിലും ഷുഗേഴ്സ് പ്രസന്റ് ആയിരിക്കും. ദാറ്റ് ഇസ്, ഇൻ ദ കേസ് ഓഫ് DNA, the sugar is deoxyribose sugar. The DNA, the sugar is deoxyribose sugar. And the case of RNA, the sugar is ribose sugar. So all these are carbohydrates. Okay, deoxyribose and ribose sugars are carbohydrate. But nucleic acids എന്ന് പറയുമ്പോൾ nucleic acids-ൽ ഒരു ഷുഗർ ഉണ്ടായിരിക്കും, പിന്നെ നൈട്രോജനസ് ബേസസ് ഉണ്ടായിരിക്കും, പിന്നെ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺസ് ഒക്കെ ഉണ്ടായിരിക്കും. നമുക്കതൊന്നും ഇപ്പൊ അതിലേക്ക് അങ്ങോട്ട് കടക്കണ്ട, ഇത്രയും കാര്യങ്ങൾ പറയാം. Then they are also the components of coenzyme. Coenzyme എന്ന് പറയുകയാണെങ്കിൽ, എൻസൈം നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാം. എൻസൈംസ് എന്ന് പറയുകയാണെങ്കിൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. എൻസൈംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സിലബസിൽ തന്നെ പഠിക്കാനുണ്ട്. എൻസൈംസ് ഇൻ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എൻസൈം എന്ന് പറയുകയാണെങ്കിൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. ദ ലോവേഴ്സ് ദ ബയോകെമിക്കൽ റിയാക്ഷൻ. എൻസൈംസ്. അപ്പൊ ഈ എൻസൈംസിന്റെ ആക്ഷനോട് കൂടിയിട്ട് certain co-enzymes are also required. Co-enzymes-ഉം co-factors-ഉം വേണം. These coenzymes are coming from water-soluble vitamins എന്നാണ് coenzymes വരുന്നത്. അപ്പൊ ഈ coenzymesന്റെ ATP, NAD, NADP ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. coenzymesന് എക്സാമ്പിൾ ആണ്. അപ്പൊ ATP-യിലുള്ള വൺ ഓഫ് ദ കമ്പോണന്റ്, അതിലൊക്കെയുള്ള ഒരു കമ്പോണൻസ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? കാർബോഹൈഡ്രേറ്റ്സ് പറയാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. And then, so carbohydrates എന്ന് പറയുകയാണെങ്കിൽ they are polyhydroxyaldehyde, ketone. Elements are carbon, hydrogen and oxygen. Apart from this, we can see nitrogen, phosphorus and sulfur. Structural carbohydrate, it is cellulose and chitin. Storage polysaccharide, it is glycogen and starch. And they are also the components of nucleic acids, also the coenzymes. And some carbohydrates are also involved in detoxification reaction. An example ആണ്, ഒരു function ആണ് detoxification. That is the conversion of toxic substance into non-toxic substance. അതിന് example ആണ് detoxification എന്ന്. പിന്നെ some carbohydrates are also present in our cell membrane. അതായത് സെല്ലിന്റെ സെൽ മെംബ്രെയിനിലും കാർബോഹൈഡ്രേറ്റ്സ് പ്രസന്റ് ആയിരിക്കും. അതായത് സം ഗ്ലൈക്കോലിപ്പിഡ്സ്, അതുപോലെ തന്നെ ഗ്ലൈക്കോപ്രോട്ടീൻസ്, അതൊക്കെ സെൽ മെംബ്രെയിനിൽ പ്രസന്റ് ആയിരിക്കും. ഓൾ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഇനി നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് കാർബോഹൈഡ്രേറ്റ്സ് എന്താണ് ഒരു ജനറൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ കിട്ടി. നെക്സ്റ്റ് വൺ ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്. So, based on the number of carbon atom, these carbohydrates are classified into monosaccharides, disaccharides, oligosaccharides, and polysaccharides. Based on the number of carbon atom, carbohydrates are classified into mono. Mono means only single sugar. Okay, monosaccharide means it is the simplest form of carbohydrate and they cannot be hydrolyzed. That type of monosaccharides are known as, that type of carbohydrates are known as monosaccharides. And another one is disaccharide. So disaccharide means this containing two monosaccharide. Di means two. So
these two monosaccharides are joined by a bond. That bond is known as glycosidic bond. Okay, in the case of disaccharide, we can see a bond that is glycosidic bond. And in the case of proteins, the bond present in protein is peptide bond. Amino acids join the bond peptide vechitana. In the case of lipids, that's ester bond. ഇതെല്ലാം നമ്മൾ പഠിക്കും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ബോണ്ട്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് പറഞ്ഞെന്താ, നമ്മൾ എന്തെങ്കിലും പഠിക്കണ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ഏതെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഓർത്ത് വെക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ പോയിന്റ്സ് കിട്ടും. ഓക്കെ, അപ്പം സിംപ്ലസ്റ്റ് ഷുഗർ ആണ് മോണോസാക്കറൈഡ് ആൻഡ് ദേ കനോട്ട് ബി ഹൈഡ്രോളൈസ്ഡ്. And next one is di, means 2 monosaccharide, and oligo means 2 to 10. Oligosaccharide containing 2 to 10 monosaccharides. And next one is poly. Poly means more than 10 monosaccharides present in polysaccharides. Okay, so all these are joined by which bond? The glycosidic bond. So this is the classification of carbohydrate, that is mono, di, oligo and polysaccharide. And the first one is the monosaccharides. First one is the monosaccharide. So as you already know, the monosaccharide, it is the simplest sugar. So they cannot be hydrolyzed. Okay, monosaccharide is the simplest form of carbohydrate and they cannot be hydrolyzed. അതായത് നമ്മുടെ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഡൈജഷൻ ചെയ്തിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലായിട്ടുള്ള മോണോസാക്കറൈഡ് ആയിട്ട് കിട്ടും. ആ മോണോസാക്കറൈഡ് ഫോമിലാണ് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. ക്ലിയർ? അങ്ങനെയുള്ള ഒരു മോണോസാക്കറൈഡ് ആണ്. മോണോസാക്കറൈഡ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം എറിത്രോസ്. Erythrose is an example, and mannose, erythrose, mannose, galactose, glucose, and fructose. Erythrose, mannose, galactose, glucose, and fructose. ഇതിൽ നിങ്ങൾ കൂടുതലായിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗ്ലൂക്കോസ്, ഗാലക്ടോസ് ആൻഡ് ഫ്രക്ടോസ്. ഇത് മൂന്നും കുറച്ചും കൂടി കൂടുതലായിട്ട് പഠിക്കാൻ നോക്കണം. അപ്പൊ ഈ മോണോസാക്കറൈഡ്സ് തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെ തന്നെ ആൽഡോസ് ഷുഗർ എന്നും കീറ്റോസ് ഷുഗർ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡും ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കും ഓൾസോ നോൺ ഓർ കീറ്റോൺസ് ആയിരിക്കാം. അപ്പൊ അതില് ആൽഡോസ് ഷുഗർ എന്നും മോണോസാക്കറൈഡ്സിനെ നമ്മൾ കീറ്റോസ് ഷുഗർ എന്നും പറയും. ഓക്കെ, അപ്പൊ മോണോ മീൻസ് സിംപ്ലസ്റ്റ് ഫോം ആൻഡ് ദേ കനോട്ട് ബി ഹൈഡ്രോളൈസ്ഡ്. ഓക്കെ, എക്സാമ്പിൾസ് ആർ ഗ്ലൂക്കോസ്, ഗാലക്ടോസ് ആൻഡ് ഫ്രക്ടോസ്. അതിനെ തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ് മോണോസാക്കറൈഡ് എന്നും. അതായത് മോണോസാക്കറൈഡ്സിനെ നമ്മൾ വീണ്ടും ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം വി ആർ ക്ലാസിഫൈഡ്. അപ്പൊ ചിലപ്പോ എക്സാമിന് ചോദിക്കും, കഴിഞ്ഞ പ്രാവശ്യം കൂടി ചോദിച്ചിരുന്നു 3 കാർബൺ ഷുഗർ എന്താണ്, 3 കാർബൺ ഷുഗറിന് എക്സാമ്പിൾ എന്താണെന്ന് ചോദിക്കും. നിങ്ങൾ ഈ ടേബിള് കാണുന്നുണ്ടോ? ടേബിളില് മോണോസാക്കറൈഡ്സ് എന്ന് പറയുമ്പോൾ 3 കാർബൺ ആറ്റമാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മോണോസാക്കറൈഡ് എന്ന് പറയുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ട്രയോസ്. ഓക്കെ, ഫോർ 3 കാർബൺ ഷുഗേഴ്സിന് എക്സാമ്പിൾ ആണ് ട്രയോസസ്. അപ്പൊ ഇതില് ഫസ്റ്റ് ട്രയോസസ് ആണ്. ട്രയോസസ് മീൻസ് ദേ കണ്ടെയ്നിങ് 3 കാർബൺ ആറ്റം. ഓക്കെ, ആൻഡ് ദെൻ ദിസ് കാർബൺ ആറ്റം വെദർ ഇറ്റ് ഈസ് aldehyde group is present. Aldehyde group is present, it is known as aldose sugar. Aldehyde is present, it is aldose sugar, and then keto group is present, it is known as ketose sugar. Aldehyde, aldose sugar, keto group is present, it is keto sugar. So first category, 3 number of carbon atom,
It is known as triose sugar. So the simplest 3-carbon triose sugar is D-glyceraldehyde. The simplest 3-carbon triose sugar example ആണ് വരുന്നത് D-glyceraldehyde. ഈ D-glyceraldehyde നിങ്ങൾ ഗ്ലൈക്കോളിസിസ് ഒക്കെ അങ്ങനെയുള്ള റിയാക്ഷൻ ഉണ്ട്. അതായത് ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ് നമ്മൾ ഗ്ലൈക്കോളിസിസ് വരുന്നത്. ആ ഒരു സ്റ്റെപ്പിൽ ഈ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ D-glyceraldehydeും കീറ്റോ ഷുഗർ ആയിട്ടുള്ള ഡൈഹൈഡ്രോക്സി അസറ്റോണും ഫോം ചെയ്യും. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. സിംപ്ലസ്റ്റ് 3-carbon aldose sugar is D-glyceraldehyde. Simplest 3-carbon keto sugar is dihydroxyacetone. Okay. And then next one is 4-carbon sugar. So 4-carbon sugar, it is known as tetrose. 3, it is triose, and 4-carbon sugar, it is tetrose. So 4-carbon aldose sugar is erythrose. 4-carbon aldose sugar is erythrose, and keto sugar is erythrulose. അത് അത്രയ്ക്ക് അങ്ങനെ ഇമ്പോർട്ടന്റ് അല്ല. എറിത്രോസ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് 4-carbon triose, അല്ല tetrose. Erythrulose, it is ketose. Next important one is 5-carbon sugar. 5-carbon sugar is pentose. 5-carbon sugar is pentose. 5-carbon aldose sugar is ribose. So the 5-carbon sugar, it is present in RNA. It is ribose sugar. And speed കൂടുന്നുണ്ടോ? Five-carbon aldose sugar, it is ribose, and 5-carbon keto sugar is ribulose. 5-carbon keto sugar is ribulose. Next one, 6-carbon monosaccharide, that is hexose. അത് ഇമ്പോർട്ടന്റ് ആണ്. 6-carbon aldose sugar ആണ് hexose എന്ന് പറയുന്നത്. ആ ഹെക്സോസിന് എക്സാമ്പിൾ ആണ് glucose, galactose, and mannose. 6-carbon hexose sugar is glucose, galactose, and mannose. And then 6-carbon keto sugar. 6-carbon keto sugar is fructose. ഇതില് ഈ ഫ്രക്ടോസിന് ഒരു ഭാഗം ഇതിന്ന് എപ്പോഴും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് സ്വീറ്റസ്റ്റ് ഷുഗർ. മോസ്റ്റ് സ്വീറ്റസ്റ്റ് ഷുഗർ ഈസ് ഫ്രക്ടോസ്. മോസ്റ്റ് സ്വീറ്റസ്റ്റ് ഷുഗർ ഇസ് ഫ്രക്ടോസ്, and this fructose is a 6-carbon keto sugar. Fructose is a 6-carbon keto sugar, and then this fructose, it is present in honey and fruits. Fructose is present in honey and fruits. Next, 7-carbon sugar. 7-carbon aldose sugar is pseudoheptose. And 7-carbon keto sugar is pseudoheptulose. Seven-carbon keto sugar is pseudoheptulose. അപ്പോ ഈ ഇതെല്ലാമാണ് മോണോസാക്രൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ നോട്ട് ചെയ്യേണ്ടത് 3-carbon aldose sugar, that is triose, is D-glyceraldehyde. 3-carbon keto sugar is, ആരോ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. 3-carbon keto sugar is dihydroxyacetone. And then 5-carbon sugar, that is ribose. 5-carbon aldose sugar is ribose. Next, glucose is an example of. Glucose ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? It is an aldose
hexose sugar. Okay, and then next one, fructose. It is present in fruits and honey, and the most sweetest sugar is fructose. 7-carbon sugar, pseudoheptulose. It's clear. So all these belong to the category of monosaccharide. ഇത് ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് സ്ട്രക്ചറിനെ പറ്റിയിട്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട, പക്ഷെ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ സ്ട്രക്ചർ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്ലൈഡിൽ നോക്കി നോക്കിയേ, 3 കാർബൺ കീറ്റോ ഷുഗർ ആണ്, 3 കാർബൺ ആൽഡോ ഷുഗറിന് എക്സാമ്പിൾ ആണ് ഡി ഗ്ലിസറാൾഡിഹൈഡ്, ആൻഡ് ദെൻ 3 കാർബൺ കീറ്റോ ഷുഗർ, ഇറ്റ് ഇസ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ. And then next 4 carbon sugar. An example ആണ് വരുന്നത് erythrose. And then next 5 carbon sugar, that is pentose. 5 carbon sugar is pentose. Example is ribose. This ribose sugar, it is present in RNA, and deoxyribose, it is present in DNA. And then ഇതില് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയ നമുക്ക് നോക്കി നോക്കാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാൻ പറഞ്ഞു 6 കാർബൺ ഷുഗർ ആണ്. ഈ ഒരു 6 കാർബൺ ആൽഡോസ് ഷുഗർ ആണ്. അതായത് സ്ട്രക്ചർ നോക്കി നോക്കിയ കാർബോഹൈഡ്രേറ്റിൽ അതായത് ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയല്ല, ഈ 6 കാർബൺ ആൽഡോസ് ഷുഗർ ആണ് ഇത് പറയുന്നത് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. 6 കാർബൺ ആൽഡോസ് ഷുഗർ ആണ് ഗ്ലൂക്കോസ്. ഇതിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ, ഗ്ലൂക്കോസിന്റെ C2 എപ്പിമർ ഏതാണെന്ന് ചോദിക്കും. ദാറ്റ് ഈസ് ദ C2 എപ്പിമർ ഓഫ് ഗ്ലൂക്കോസ് ഇസ് നോൺ ആസ് മാനോസ്. C2 എപ്പിമർ ഓഫ് ഗ്ലൂക്കോസ്. ഇതിന്റെ രണ്ടിന്റെയും സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, sugars, they are differ around a single carbon atom. അതായത് ഇവിടെ OH ആണ് വരുന്നതെങ്കിൽ, ഗ്ലൂക്കോസിന്റെ കേസിൽ എങ്ങനെയാ വരുന്നത്? സെക്കൻഡ് പൊസിഷനിൽ ഞാൻ കളർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ എങ്ങനെയാ വരുന്നത്? OH-ഉം H-ഉം ആണ്. അപ്പൊ ഒരു സിംഗിൾ കാർബൺ ആറ്റത്തിലുള്ള ഒരു ചെറിയ ചേഞ്ചസ്, അങ്ങനെയുള്ള ഷുഗേഴ്സിനെ പറയുന്ന പേരാണ് നമ്മൾ എന്ത് പറയുന്നത്? എപ്പിമേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് sugars are differ in configuration around a single carbon atom. അപ്പൊ എപ്പിമേഴ്സ് എന്നല്ല കൂടുതൽ ചോദിക്കാം. ദാറ്റ് ഈസ് C2 എപ്പിമർ ഓഫ് ഗ്ലൂക്കോസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. C2 എപ്പിമർ ഓഫ് ഗ്ലൂക്കോസ് ഈസ് മാനോസ്. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗാലക്ടോസ്. ഈ ഗാലക്ടോസിന്റെ കേസിൽ പറയുമ്പോൾ ഗാലക്ടോസിൽ എങ്ങനെയാ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ദ C4 എപ്പിമർ. ഗാലക്ടോസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? റൈറ്റ് പൊസിഷനിലാണ് OH വരുന്നതെങ്കിൽ, here OH is present in the right position, whereas in the case of here it is present in the left position. Okay, that is the C2 epimer of glucose, it is mannose. And then another one is, ആരുടെ ഒരാളുടെ വീഡിയോ ഓൺ ആണ് കേട്ടോ, വീഡിയോ ഓൺ ആണ്. ബിജില, ബിജിലയുടെ വീഡിയോ ഓൺ ആണ്. ഓക്കെ, C2 എപ്പിമർ ഓഫ് ഗ്ലൂക്കോസ് ഈസ് മാനോസ്, ആൻഡ് C4 എപ്പിമർ ഓഫ് ഗ്ലൂക്കോസ് ഇറ്റ് ഇസ് ഗാലക്ടോസ്. And then this is the structure of fructose. It is the structure of fructose. Fructose is 6 carbon keto sugar. It's present in honey and then also present in fruits. And fructose is the most sweetest sugar is fructose. Okay. And then next ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ,
ഇത്രയും കാര്യങ്ങൾ മോണോസാക്രൈഡ്സ് ക്ലിയർ ആയില്ലേ? മോണോസാക്രൈഡ് സിംപ്ലസ്റ്റ് ഫോം ആണ്. അതിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ട്രയോസസ്, ടെട്രോസസ്, പെൻഡോസസ്, ഹെക്സോസസ് ആൻഡ് ഹെപ്റ്റോസസ്. ഇനി ഈ ഒരു മോണോസാക്രൈഡ് നിങ്ങൾ ചില കാർബോഹൈഡ്രേറ്റ്സിന്റെ ഒരു സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാല് ഈ കാർബോഹൈഡ്രേറ്റ് 2 ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് പൈറനോസ് ഫോമിലും ഫ്യൂറനോസ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യും. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, അത്രയ്ക്ക് അങ്ങോട്ട് എടുക്കണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ എന്താണ് എന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഈ കാർബോഹൈഡ്രേറ്റ് ഇതിങ്ങനെ വരയ്ക്കണത് എങ്ങനെയാണെങ്കിൽ 2 ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പൈറനോസ് ഫോമിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫ്യൂറനോസ് ഫോമിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കാർബോഹൈഡ്രേറ്റിന്റെ ആൽക്കഹോളും ആൽഡിഹൈഡും കമ്പൈൻ ചെയ്യുമ്പോൾ അത് ഒരു ഹെമി അസറ്റാൾ C1 ആൽഡിഹൈഡും C5 ആൽക്കഹോളും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഹെമി അസറ്റാളും ഹെമി കെറ്റാൾ എന്ന് പറഞ്ഞ 2 സ്ട്രക്ചർ ഫോം ചെയ്യും. കീറ്റോൺ ആകുമ്പോൾ ഹെമി കെറ്റാളും ആൽഡിഹൈഡ് ആകുമ്പോൾ ഹെമി അസറ്റാളും ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഈ ഒരു ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഫോം ചെയ്യുന്ന സ്ട്രക്ചറിനെ പറയുമ്പോൾ ഇതിപ്പോ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ആണ്. അതായത് ഇതിന്റെ C5 ആൽക്കഹോളും ഈ C1 ആൽഡിഹൈഡും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹെമി അസറ്റാൾ ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാവുമ്പോൾ ഈ ഗ്ലൂക്കോസിനെ നമ്മൾ പറയുന്ന പേരെന്ന് പറയുന്നത് ആൽഫ ഡി ഗ്ലൂക്കോ പൈറനോസ് എന്ന് പറയും. ആൽഫ ഡി ഗ്ലൂക്കോ പൈറനോസ്. That is OH group. In the case of first section, first number, the OH group, it is present below the ring. OH is present below the ring. It is known as alpha D. ഈ ഷുഗർ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഫോമാണ് പൈറനോസ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എക്സാമിന് ചിലപ്പോഴെങ്ങാനും ഓപ്ഷനിൽ ഇങ്ങനെ ചോദിക്കും. അതായത് ഡൈസാക്കറൈഡ് എന്ന് പറയുമ്പോൾ അതിൽ വരുമ്പോൾ ചോദിക്കും. അതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്, ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ അങ്ങനെ OH ബിലോ ദ റിംഗ് ആണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ആൽഫ ഡി ഗ്ലൂക്കോ പൈറനോസ്. ഇനി OH ഇതിപ്പോ നോക്കി നോക്ക്, OH above the ring ആണെങ്കിൽ it is known as beta D glucopyranose. രണ്ടും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. OH ബിലോ ആണെങ്കിൽ ആൽഫ ഡി ഗ്ലൂക്കോസ് എന്നും OH above ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബീറ്റാ ഡി ഗ്ലൂക്കോസ്. അങ്ങനെ ഈ കാർബോഹൈഡ്രേറ്റ് 6 മെമ്പേർഡ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പൈറനോസ്. Whereas in the case of carbohydrate ഒരു 5 മെമ്പേർഡ് ആണെങ്കിൽ 5 മെമ്പേർഡ് ഫോമിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഫ്യൂറനോസ്. ഇത് ഗാലക്ടോസിന്റെ ഒരു സ്ട്രക്ചർ ആണ്. ഗ്ലൂക്കോസ്, ഗാലക്ടോസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ ദെൻ ഗ്ലൂക്കോസിന്റെ സോഴ്സസ് എന്ന് പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സിൽ പ്രസന്റ് ചെയ്തിരിക്കും, ബനാനയിൽ പ്രസന്റ് ചെയ്തിരിക്കും, അതുപോലെ തന്നെ സ്വീറ്റ് കോൺ, ഇതിലെല്ലാം പ്രസന്റ് ചെയ്യുന്ന ഒരു ഏറ്റവും സിംപ്ലസ്റ്റ് ഷുഗർ ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ പോളിസാക്രൈഡിന്റെയും മോണോമർ എന്ന് പറയുന്നതും ഏത് തന്നെയാണ്, നമ്മുടെ ഗ്ലൂക്കോസ് ആണ്. പിന്നെ ഈ ഗ്ലൂക്കോസ് ആണ് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? കൂടുതലായിട്ടും ഈ ഗ്ലൂക്കോസ് ഉണ്ടായി ഗ്ലൂക്കോസ് ഹൈഡ്രോളിസിസ് നടക്കും. അതായത് ജസ്റ്റ് ഗ്ലൈക്കോളിസിസ് വഴി അത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഒക്കെ നടന്ന് നമുക്ക് എന്ത് കിട്ടും? ATP പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. അങ്ങനെയാണ് അത് എനർജി. അതായത് നമ്മളൊരു കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ് എടുത്താൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റാർച്ച് അതൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ഉണ്ടായി. ആ ഗ്ലൂക്കോസ് ഗ്ലൈക്കോളിസിസ്, അതുപോലെ തന്നെ അത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, അങ്ങനെയുള്ള അതിൽ കൂടെ എന്ത് ഫോം ചെയ്യും? ATPനെ പ്രൊവൈഡ് ചെയ്യും. ATP ആണല്ലോ നമുക്ക് എനർജി കാസറ്റ് എന്ന് പറയും. അപ്പൊ അതാണ് ഗ്ലൂക്കോസ്. പിന്നെ ഫ്രക്ടോസ് പറയും. ഫ്രക്ടോസിൽ ഞാൻ വീണ്ടും പറയാണ്,
മോസ്റ്റ് സ്വീറ്റസ്റ്റ് ആണ്. ഹണിയിലും ഫ്രൂട്ട്സിലുള്ള ഷുഗർ ആണ് ഫ്രക്ടോസ്. ആൻഡ് ഇറ്റ് ഇസ് കീറ്റോ ഷുഗർ ആണ്. 6 കാർബൺ കീറ്റോ ഷുഗർ. പിന്നെ അതിൽ ഒരു പോയിന്റും കൂടി നോക്കണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, ഗാലക്ടോസ് എന്ന് പറയും. അപ്പൊ ഈ ഗാലക്ടോസ് എന്ന് പറയുമ്പോൾ ഗാലക്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് നോട്ട് ചെയ്യേണ്ടത് C4 എപ്പിമർ ആണ്. ഗ്ലൂക്കോസിന്റെ C4 എപ്പിമർ ആണ് ഗാലക്ടോസ്. എന്നാ C2 എപ്പിമർ ആണ് മാനോസ്. അപ്പൊ ഈ ഗാലക്ടോസ് ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ മിൽക്കിലൊക്കെ ഉള്ള ഒരു കമ്പോണന്റ് ആണ് ഗാലക്ടോസ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെൽ മെംബ്രെയിൻ ഉണ്ട്. ആ സെൽ മെംബ്രെയിനിലും ഏത് പ്രസന്റ് ആയിരിക്കും? ഗാലക്ടോസ്. ലിപ്പിഡ്സ് ആയിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോഴും ഏത് കാണും? നമുക്ക് ഗാലക്ടോസ് കാണും. അപ്പൊ ഇത്രയുമാണ് എന്ന് പറയുന്നത് മോണോസാക്കറൈഡ്. അതായത് സിംപ്ലസ്റ്റ് ആണ്, നോട്ട് ഹൈഡ്രോളൈസ്ഡ് ആണ്. ട്രയോസിസ്, ടെട്രോസിസ്, എറിത്രോസിസ്, പെൻഡോസിസ്, ഹെക്സോസിസ് ആൻഡ് ഹെപ്റ്റോസിസ്. Okay, and then next sugar is disaccharides. So di means two. Two monosaccharides are joined to form disaccharides. രണ്ട് മോണോസാക്രൈഡ്സ്. ഇപ്പൊ ഈ ഒരു ഡയഗ്രാം നോക്കി നോക്കി, രണ്ട് മോണോസാക്രൈഡ്സ് ആണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ മോണോസാക്രൈഡ്സ് ജോയിൻ ബൈ വിച്ച് ബോണ്ട്? ഗ്ലൈക്കോസിഡിക് ബോണ്ട്. Which bond is present in sugars എന്ന് കൂടി ചോദിക്കും. That bond is glycosidic bond. And then this maltose, it is present in malt sugar. അതായത് it is present in barley and wheat. ബാർലി വീറ്റ് ഒക്കെ ഫെർമെന്റേഷൻ നടക്കുന്ന സമയത്തും അതുപോലെ തന്നെ അതിലൊക്കെ കാണുന്ന ഒരു ഷുഗർ ആണ് മാൾട്ടോസ് എന്ന് പറയുന്നത്. ഓക്കെ, മാൾട്ടോസ്. അപ്പൊ എങ്ങനെയാണ്, ഏതൊക്കെ മോണോസാക്രൈഡ്സ് ജോയിൻ ചെയ്തിട്ടാണ് ഈ മാൾട്ടോസ് ഫോം ചെയ്യുന്നത് നോക്കാം. അപ്പൊ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയും, രണ്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ജോയിൻ ചെയ്തിട്ടാണ് ഏത് ഫോം ചെയ്യുന്നത്? മാൾട്ടോസ് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, കമ്പോണൻസ് ഓഫ് മാൾട്ടോസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസ് എന്ന് പറയും. പിന്നെ ഈ ഒരു സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ദാറ്റ് ഈസ് ആൽഫ 1 ഓഫ് 1 ഗ്ലൂക്കോസ്. അതായത് ഈ ഗ്ലൂക്കോസിനെ പറയുന്നത് OH ബിലോ ദ റിംഗ്. സോ ദിസ് ഗ്ലൂക്കോസ് ഇസ് നോൺ ആസ് ആൽഫ ഡി ഗ്ലൂക്കോപൈറനോസ്. അതുപോലെ തന്നെ വേറൊരു ആൽഫ ഡി ഗ്ലൂക്കോപൈറനോസും ജോയിൻ ചെയ്യും. So in maltose, we can see 2 monosaccharides, that is alpha D glucopyranose and alpha D glucopyranose. And then ഇതിൽ ഫോം ചെയ്യുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണിന്റെ ഫോർത്ത് വണ്ണും തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, the linkage that is present in maltose എന്ന് ചോദിക്കും. അപ്പൊ അതായത് ആ ലിങ്കേജ് വരുന്നത് ആൽഫ 1 to 4 and then it is present in which ഏതിലേക്കാ പ്രസന്റ് ചെയ്യുന്നത്? It is present in barley and wheat. പിന്നെ അതിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഏതൊക്കെയായിരിക്കും കമ്പോണൻസ് വരാം? 2 glucose molecules are the components of maltose. അപ്പോ ഈ ഡൈസാക്രൈഡ് ആയിട്ടുള്ള മാൾട്ടോസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മാൾട്ടോസിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്നു. Maltose is hydrolyzed by an enzyme. This enzyme is known as maltase. Maltose hydrolyzed by an enzyme is known as maltase. So, a maltase hydrolyze ചെയ്ത് കഴിഞ്ഞാൽ we got 2 monosaccharide. One is രണ്ട് മോണോസാക്രൈഡ്സ് കിട്ടും. ആ മോണോസാക്രൈഡ്സ് ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. മാൾട്ടോസ് ഹൈഡ്രോളൈസ്ഡ് ബൈ 2 monosaccharide, they are glucose. Clear? And then next milk disaccharide is lactose. Next disaccharide is lactose. So this lactose is known as milk sugar. Lactose milk sugar എന്ന് ചോദിക്കും.
മിൽക്ക് പ്രോട്ടീൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയോ? മിൽക്ക് പ്രോട്ടീൻ കെസിൻ ഇസ് മിൽക്ക് പ്രോട്ടീൻ. അതുപോലെയുള്ള ഒരു മിൽക്ക് ഷുഗർ ആണ് ലാക്ടോസ്. സോ ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെമ്മറി ഗ്ലാൻഡ്സ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഷുഗർ ആണ് ലാക്ടോസ് എന്ന് പറയുന്നത്. ലാക്ടോസ് എന്ന് പറയുമ്പോൾ എന്താ പറയാ? മിൽക്ക് ഷുഗർ എന്ന് പറയും. ഇനി നമുക്ക് ലാക്ടോസിലെ കമ്പോണൻസ് എന്തൊക്കെയാന്ന് പഠിക്കാം. The lactose is made up of 2 monosaccharides. സ്ട്രക്ചർ നോക്കി. 2 monosaccharides ഉണ്ട്. One is galactose and another one is glucose. Okay, one is galactose. So galactose, it is an ഏത് എപ്പിമർ ആണ് ഗ്ലൂക്കോസിന്റെ? എനിക്ക് നിങ്ങളുടെ പേരൊന്നും അറിയില്ല, ഞാൻ അത് ഗ്രൂപ്പിൽ നോക്കണത്. ഗാലക്ടോസ് എന്ന് പറയുകയാണെങ്കിൽ ഗാലക്ടോസ് ഗ്ലൂക്കോസിന്റെ ഏത് എപ്പിമർ ആണ്? C4 എപ്പിമർ ആണ് ഇത് വരുന്നത് ഗാലക്ടോസ്. അപ്പൊ മാനോസോ? C2. Mannose C2 and galactose it is C4 epimer. So ഈ ഗാലക്ടോസിന്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് നോക്കി. ആദ്യത്തെ സ്ട്രക്ചറിൽ ബോണ്ട് വന്നത് വേറെ പോലെ ഇതിലല്ലേ വന്നത്, അതായത് അതിന്റെ H മോളിലും OH അടിയിലാണ് രണ്ടിടത്തും വന്നത്. അപ്പൊ ഒരു വാട്ടർ എലിമിനേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ബോണ്ട് വന്നത്. In the case of galactose, here this galactose is beta D galactose ആണ് വന്നത്. That is beta D galactose. ബീറ്റ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ which one is above the ring? OH group, it is present above the ring. So it is known as beta D galactose. And then it is also, we can see beta D glucose. Here glucose also, OH group is present above the ring. In the case of this lactose, ഇതിൽ കൂടുതൽ ചോദിക്കാൻ ചാൻസ് എന്താന്ന് വെച്ചാൽ linkage is present in lactose. The bond that is present in lactose is beta 1 to 4. Beta 1 to 4 is the linkage. It is present in galactose. It is present in lactose. Beta 1 to 4. അത് കാരണം ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ OH ഗ്രൂപ്പ് അബോവ് ആണ് വരുന്നത്, ഇവിടെയാണെങ്കിൽ OH ഗ്രൂപ്പ് താഴെയാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് ഫോം ചെയ്യുന്നത്? ഇതേ ഒരു ഫോർമാറ്റിൽ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പോ ലാക്ടോസ് ഹൈഡ്രോളൈസ് ചെയ്യുന്ന എൻസൈം ഏതായിരിക്കും വരാം? നമ്മള് മാൾട്ടോസ് ഹൈഡ്രോളൈസ് ചെയ്യുന്ന എൻസൈം ഏതാ? മാൾട്ടേസ്. അപ്പൊ ഇതിലെ ലാക്ടോസ് hydrolyzed by an enzyme is known as lactase. Okay. So what are the products obtained by the hydrolysis of lactose? Galactose and glucose. ഇനി ഒരു ജസ്റ്റ് നിങ്ങളുടെ അറിവിൽ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, അതായത് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന ഒരു അസുഖമുണ്ട്. അതായത് ചില ആൾക്കാർക്ക് some people cannot digest ലാക്ടോസ്, അതായത് ഈ ലാക്ടേസ് എൻസൈം ചില ആളുകളിൽ ഉണ്ടാവില്ല. ലാക്ടേസ് എൻസൈംസ് ആർ ആബ്സെന്റ് ഇൻ സം പീപ്പിൾ. അപ്പൊ എന്തുണ്ടാവും? ലാക്ടോസ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് അബ്ഡോമിനൽ പെയിൻ ഉണ്ടായിരിക്കും, ചിലപ്പോൾ വോമിറ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ലാക്ടോസ് ഫ്രീ മിൽക്കാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏത് മിൽക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ലാക്ടോസ് ഇല്ലാത്ത മിൽക്ക്, ലാക്ടോസ് റിമൂവ് ചെയ്തിട്ടുള്ള മിൽക്ക് വേണം. അപ്പോൾ ഈ ലാക്ടോസ് ഇൻടോളറൻസ് പീപ്പിൾ, which enzyme is deficient? Lactase enzyme is deficient. And linkage present in lactose is beta 1 to 4. In the case of maltose, the linkage is alpha 1 to 4. And then next sugar is sucrose. Sucrose ഏത് ഷുഗറിന് എക്സാമ്പിൾ? സുക്രോസ് കണ്ടിട്ടുണ്ടോ? സുക്രോസ് ഉപയോഗിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഷുഗർ കെയിനില് പ്രസന്റ് ചെയ്തിരിക്കുന്ന ഷുഗർ ആണ് എന്ന് പറയുന്നത് സുക്രോസ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പഞ്ചസാര അല്ലെ? അപ്പൊ ഈ സുക്രോസിന് നമ്മള് കുറച്ച് പേരുകൾ പറയും. അതായത് കെയിൻ ഷുഗർ, സുക്രോസ് ഇസ് നോൺ ആസ് കെയിൻ ഷുഗർ എന്ന് പറയും. അതുപോലെ
It is also known as table sugar. Okay, sucrose is known as cane sugar, table sugar, invert sugar എന്നും കൂടി പറയും. പിന്നെ കുറച്ചും കൂടി കൂടുതൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ സുക്രോസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ റെഡ്യൂസിങ് ഷുഗർ. സുക്രോസ് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ റെഡ്യൂസിങ് ഷുഗർ. അപ്പൊ ബാക്കി എല്ലാ ഷുഗേഴ്സും, all sugar except sucrose, all sugars are reducing sugar. In the case of sucrose, non-reducing sugar എന്ന് പറയാൻ കാരണം there is no free aldehyde or ketone group is present in sucrose. So it is known as non-reducing sugar. പിന്നെ ഒരു പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വിട്ടു. ഷുഗേഴ്സ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് ഡി ഫോമിലാണ്. ഷുഗേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഡി ഫോമിലാണ്. whereas in the case of amino acids എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എൽ ഫോമിലാണ്. Sugars exist in D form, amino acids are exist in L form. അതുപോലെ sugars are transported in the form of sucrose. പ്ലാന്റ്സിൽ എന്താ ഫോട്ടോസിന്തസിസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ഈ പ്ലാന്റ് വെസൽസിൽ ഇപ്പൊ നമ്മുടെ സൈലം, ഫ്ലോയം അതേ കൂടെ ഒക്കെ ട്രാൻസ്പോർട്ട് നടക്കില്ലേ? അപ്പൊ ഏത് ഫോമിലാണ് ഷുഗേഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? അത് ഇമ്പോർട്ടന്റ് ആണ്. ഷുഗേഴ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ ദ ഫോം ഓഫ് സുക്രോസ് ഇൻ പ്ലാന്റ്സ്. ഷുഗേഴ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ ദ ഫോം ഓഫ് സുക്രോസ്. And then next one is the components of sucrose. The sucrose components are alpha D, sucrose containing two components. One is glucose and another one is fructose. Glucose and fructose are the components of sucrose. And the bond is 1 to 2. The bond that is present in sucrose is 1 to 2. Then is sucrose hydrolyzed by an enzyme is known as sucrase. Sucrose hydrolyze ചെയ്യുന്ന enzyme ആണ് sucrase. Or otherwise, the sucrase is also known as invertase. Sucrase നെ പറയുന്ന വേറൊരു പേരാണ് invertase എന്ന് പറയുന്നത്. കാരണം സുക്രോസ് എന്താണ്? ഇൻവെർട്ട് ഷുഗർ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സുക്രോസിനെ നമ്മൾ ഇൻവെർട്ട് ഷുഗർ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാല് നോർമലി ഷുഗേഴ്സ് എന്ന് പറയുമ്പോൾ ഡി ഫോമിലാണ്. അതായത് ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അത് റൈറ്റ് ഡയറക്ഷനിലേക്കാണ് കാണിക്കുന്നത്, റൊട്ടേഷൻ കാണിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഡി ഫോമിൽ എന്ന് പറയുന്നത്, ഡെക്സ്ട്രോ ഷുഗർ. അപ്പൊ സുക്രോസ് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ലീവോ ഫോമിലായിട്ട് മാറും. സുക്രോസ് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസും, അത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ പറയുന്നതാണ്, ഗ്ലൂക്കോസും അതുപോലെ തന്നെ അത് ഫ്രക്ടോസ് ആയിട്ട് മാറും. അപ്പൊ അത് ഏത് ഫോമിൽ മാറും? ലീവോ ഫോമിൽ കാണും. അതുകൊണ്ടും കൂടിയാണ് അതിന് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവെർട്ട് ഷുഗർ എന്ന് പറയും. ഓക്കെ. പിന്നെ certain artificial വേറൊരു ഡൈസാക്രൈഡിന് എക്സാമ്പിൾ ആണ് ഐസോമാൾട്ടോസ്. നെക്സ്റ്റ് ഡൈസാക്രൈഡ് ആണ് ഐസോമാൾട്ടോസ്. ഹിയർ ഗ്ലൂക്കോസ് molecules are joined by 1 to 6 linkage, alpha 1 to 6 linkage. Whereas in the case of maltose ലാണെങ്കിൽ 1 to 4 ആണ്. Isomaltose, the linkage is 1 to 6. ഇനി നിങ്ങൾ ആരെങ്കിലൊക്കെ ഈ ഷുഗർ പഠിക്കുന്ന സമയത്ത് എങ്ങനെ ഓസസോൺ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഷുഗറിന്? ചെയ്തിട്ടുണ്ട് മാം. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓസസോൺ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഷുഗർ സൊല്യൂഷൻ എടുത്ത് അതിൽ കുറച്ച് ഫീനിൽ ഹൈഡ്രാസിനും ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ആഡ് ചെയ്തിട്ട് അതിനൊന്ന് ബോയിൽ ചെയ്തതിന് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇത് മാത്രം നോട്ട് ചെയ്താൽ മതി. മാൾട്ടോസ് കാണുന്ന ഷേപ്പ് എന്ന് പറയുകയാണെങ്കിൽ സൺഫ്ലവർ ഷേപ്ഡ് ആണ്. മാൾട്ടോസ് ഏത് ഫോർമുല കാണാം? സൺഫ്ലവർ. ഗ്ലൂക്കോസും ഫ്രക്ടോസ് അതുപോലെ തന്നെ ഗാലക്ടോസ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് അതൊക്കെ നീഡിൽ ഷേപ്പാണ് കാണുന്നത്.
whereas in the case of lactose, it is seen in puff shape. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. ഒന്ന് മാൾട്ടോസ് ആണെങ്കിൽ സൺഫ്ലവർ ആണ്, ലാക്ടോസ് ആണെങ്കിൽ പഫ് ഷേപ്ഡ് കാണും, ബാക്കി എല്ലാം നീഡിൽ ഷേപ്ഡ് ആണ് കാണുന്നത്. പിന്നെ നമ്മള് ആർട്ടിഫിഷ്യൽ ആയിട്ട് കുറെ സ്വീറ്റ്നേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അഡിറ്റീവ്സ് എടുക്കുമ്പോ പറയും. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സിന് എക്സാമ്പിൾ ആണ് സക്കാരിൻ, അതുപോലെ തന്നെ സുക്രലോസ്. അതൊക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡൈസാക്രൈഡ്സ് പറയുന്നത്. ഇപ്പൊ ഡൈസാക്രൈഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ഡൈസാക്രൈഡ്സ് കണ്ടെയ്നിങ് 2 മോണോസാക്രൈഡ്സ്. ഏതൊക്കെയാണ് മോണോസാക്രൈഡ്സ് വരുന്നത്? അല്ല, ഡൈസാക്രൈഡ്സ് ഏതൊക്കെയാ വരുന്നത്? മാൾട്ടോസും ലാക്ടോസും ഡൈസാക്രൈഡ്സ് വരുമ്പോ മാൾട്ടോസ് വരും. മാൾട്ടോസ്, സൂക്രോസ്, മാൾട്ടോ, സുക്രോസ് ആൻഡ് ലാക്ടോസ്. ലാക്ടോസ്. മാൾട്ടോസിലെ കമ്പോണൻസ് ഏതൊക്കെയാ വരാം? 2 ഗ്ലൂക്കോസ്, 2 ഗ്ലൂക്കോസ് വരും. മാൾട്ടോസ് ഹൈഡ്രോളൈസ് ചെയ്യുന്നത് മാൾട്ടോസ്. മിൽക്ക് ഷുഗർ ഏതാണ്? ലാക്ടോസ്. ലാക്ടോസ്. കെയിൻ ഷുഗർ? സുക്രോസ്. നോൺ റെഡ്യൂസിങ് ഷുഗർ? സുക്രോസ്. സുക്രോസ്. ഇൻവേർട്ട് ഷുഗർ? സുക്രോസ്. ഓക്കെ. ആൻഡ് ദെൻ ബോണ്ട്. ഇത്രയും ക്ലിയർ ആണല്ലോ. Which enzyme is deficient in lactose intolerant people? Lactase. Lactase enzyme. The sugar present in barley and wheat? Maltose. Maltose. Simplest monosaccharide? Glucose. Diglycerol and glucose. Simplest monosaccharide. Okay. Smallest 3 carbon trio sugar is? Diglyceraldehyde. Diglyceraldehyde. C4 epimer of glucose? Galactose. Galactose. C2 epimer? Mannose. അപ്പൊ ഇത്രയും ഏരിയ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പോളിസാക്രൈഡിലേക്ക് പോവാം. അതിന് മുന്നേ പോളി അല്ല, ഒളിഗോസാക്രൈഡ്സ്. ഒളിഗോയുണ്ട്, ഒരു ട്രൈസാക്രൈഡ്. കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ് ട്രൈസാക്രൈഡ് എന്ന് പറയുന്നത്. ട്രൈ എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര മോണോസാക്രൈഡ് വരും? 3. അപ്പൊ വൺ ഓഫ് ദ എക്സാമ്പിൾ ഓഫ് ട്രൈസാക്രൈഡ് ഈസ് raffinose. Example of trisaccharide is raffinose. So raffinose in the components parayana. Trisaccharide example is raffinose, and then raffinose le components parayanengile glucose, fructose and galactose. Kayina prasham chodichadana exam nu ട്ടോ. Trisaccharide, that is raffinose. Example of trisaccharide is raffinose. The components of raffinose are fructose, glucose and galactose. And then another one is oligosaccharides. Next one is oligosaccharides. Oligosaccharides means they contain 2 to 10 monosaccharides. Oligosaccharide containing 2 to 10 monosaccharides are known as oligosaccharide. Examples of oligosaccharide is stacchylose and fructo-oligosaccharide. Just note ചെയ്താൽ മതി അത് കേട്ടോ. Stacchylose and fructo-oligosaccharides. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോണതാണ് പോളിസാക്രൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പോളിസാക്രൈഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരാൻ? പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, മോർ ദാൻ 10 മോണോസാക്രൈഡ്സ് ആയിരിക്കും വരാം. അതിൽ സ്ട്രക്ചറൽ ആയിട്ടുള്ളത് ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന് പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പോളിസാക്രൈഡ്സ്. ഈ പോളിസാക്രൈഡ്സിനെ ഓൾസോ നോൺ ആസ് ഗ്ലൈക്കാൻ എന്നും കൂടി പറയും. പോളിസാക്രൈഡ്സിനെ പറയുന്ന പേരാണ് ഗ്ലൈക്കാൻസ്. So this polysaccharides are forming are linear polysaccharides ഉണ്ട്, branched polysaccharides ഉണ്ട്. ക്ലിയർ ആണല്ലോ? ലീനിയർ ഫോം ഉണ്ട്, ബ്രാഞ്ച്ഡ് ഫോം ഉണ്ട്. അപ്പൊ ഈ പോളിസാക്രൈഡ്സ് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം
രണ്ട് ടൈപ്പ്, പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് കൂടുതൽ. ഹോമോ പോളിസാക്കറൈഡ്സ് ആൻഡ് ഹെറ്ററോ പോളിസാക്കറൈഡ്. ഹോമോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ, ഹോമോ പോളിസാക്കറൈഡ്. ഹോമോ മീൻസ് Similar. Same. they are made Same up of monosaccharide. same monosaccharide. അതിന് എക്സാമ്പിൾ ആണ്, അതാണ് ഹോമോ പോളിസാക്കറൈഡ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ്, കൈറ്റിൻ. അത് കൈറ്റിൻ തെറ്റിക്കരുത്. സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, cellulose, chitin. These polysaccharides are homopolysaccharides. And then another one is heteropolysaccharide. Hetero means made up of different monosaccharides. അതിനെ പറയുന്നതാണ് hetero. നിങ്ങൾക്ക് എക്സാമ്പിൾ അറിയാം, ഹെപ്പാരിൻ ഒക്കെ കേട്ടിട്ടുണ്ടോ? ഹെപ്പാരിൻ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഹെപ്പാരിൻ ഇസ് ആൻ ആന്റികോയാഗുലന്റ് ആണ് അല്ലെ. അപ്പൊ അതൊക്കെ ഏതിന്? ഹെപ്പാരിൻ, കോൺഡ്രോയിറ്റിൻ സൾഫേറ്റ്, ഡെമാറ്റൻ സൾഫേറ്റ്, അതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? ഹെറ്ററോ പോളിസാക്കറൈഡ്സിന് എക്സാമ്പിൾ. ഹോമോ മീൻസ് സെയിം മോണോസാക്കറൈഡ്സ്. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്, മോസ്റ്റ് അബണ്ടന്റ് പോളിസാക്കറൈഡ് ആണ് നമ്മൾ പറഞ്ഞത് സെല്ലുലോസ് എന്ന് പറയും. പിന്നെ ഹെമി സെല്ലുലോസ് ഉണ്ട്. ഹെമി സെല്ലുലോസ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ പോളിമർ ഓഫ് സൈലോസ്. സൈലോസ് എന്ന് പറയുകയാണെങ്കിൽ 5 കാർബൺ ഷുഗർ ആണ്. ഓക്കെ. ആൻഡ് ദെൻ ഫസ്റ്റ് പോളിസാക്കറൈഡ്സ് നമുക്ക് പറയാം. പോളിസാക്കറൈഡ്സിലെ പോളിസാക്കറൈഡ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ കാണുന്ന പോളിസാക്കറൈഡ്സ്, അതായത് സ്റ്റാർച്ച്, ഡെക്സ്ട്രിൻ, ഇന്നുലിൻ, ഇതെല്ലാം പ്ലാന്റ്സിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന പോളിസാക്കറൈഡ് ആണ്. അതിൽ നമുക്ക് കുറച്ച് കൂടുതൽ നോക്കാനുള്ളത് സ്റ്റാർച്ച് നോക്കണം, അതുപോലെ തന്നെ ഇന്നുലിൻ. ഇന്നുലിൻ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ പോളിമർ ഓഫ് ഫ്രക്ടോസ്. ഓക്കെ. സ്റ്റാർച്ച്, ഡെക്സ്ട്രിൻ, ഇന്നുലിൻ. ആൻഡ് ദെൻ പോളിസാക്കറൈഡ് ഇൻ ആനിമൽസിൽ വരുന്നതാണ് ഗ്ലൈക്കോജൻ. ഈ സ്റ്റാർച്ച്, ഡെക്സ്ട്രിൻ, ഇന്നുലിൻ, ഗ്ലൈക്കോജൻ ഇതെല്ലാം ഏത് പോളിസാക്കറൈഡിന് എക്സാമ്പിൾ ആണ്? All these are the examples of storage polysaccharide. Clear? Storage polysaccharide. And then another one is cellulose, hemicellulose, pectin. Pectin കേട്ടിട്ടുണ്ടോ? ഫ്രൂട്ട് ബോള്. ഏതില്? ഫ്രൂട്ട് ബോൾസില്. ഫ്രൂട്ട്സിലൊക്കെ നമ്മള് പെക്റ്റിൻ, ഫ്രൂട്ട്സിലും ജാമിലും ജെല്ലിയിലൊക്കെ എന്തുണ്ടായിരിക്കും? പെക്റ്റിൻസ് പ്രസന്റ് ചെയ്തിരിക്കും. അപ്പൊ പെക്റ്റിൻ, അതുപോലെ തന്നെ ഹെമി സെല്ലുലോസ്, സെല്ലുലോസ്, പെക്റ്റിൻ, അതായത് പ്ലാന്റിന്റെ മിഡിൽ ലാമെല്ലയുണ്ട്, അത് മേഡപ്പ് ചെയ്തിരിക്കുന്നത് ഏത് വെച്ചിട്ടാണ്? പെക്റ്റിൻ വെച്ച്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻ ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ് വരുന്നത്? സ്ട്രക്ചറൽ പോളിസാക്കറൈഡ്സിന് എക്സാമ്പിൾ ആണ്. ആനിമൽസിലാണെങ്കിൽ ഇറ്റ് ഈസ് പ്രസന്റ്, ഇറ്റ് ഈസ് കൈറ്റിൻ. എക്സാമ്പിൾ ഓഫ് സ്ട്രക്ചറൽ പോളിസാക്കറൈഡ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ആനിമൽ ഈസ് കൈറ്റിൻ. കൈറ്റിൻ ആണ് എക്സോസ്കെൽട്ടൺ ഓഫ് ഇൻസെക്ട്സിലും ക്രസ്റ്റേഷ്യൻസിലൊക്കെ വരുന്നത്. പിന്നെ വേറൊരു പോളിസാക്കറൈഡ്സിന് എക്സാമ്പിൾ ആണ് അനദർ പോളിസാക്കറൈഡ് ആണ് മ്യൂക്കോപോളിസാക്കറൈഡ്. ഇതിന് എക്സാമ്പിൾ ആണ് പെക്റ്റിൻ, അഗാർ, ആൾജിനേറ്റ്. പെക്റ്റിൻ, അഗാർ ആൻഡ് ആൾജിനേറ്റ് അതൊക്കെ മ്യൂക്കോപോളിസാക്കറൈഡ്സിലെ കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, വാട്ടർ ബൈൻഡിങ് സബ്സ്റ്റൻസും കൂടിയായിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട്. പെക്റ്റിൻ ഒരു വാട്ടർ ബൈൻഡിങ് സബ്സ്റ്റൻസ് ആണ്. അതായത് ജെല്ല്, ജാം, ജെല്ലീസ് ഒക്കെ ഫോം ചെയ്യുമ്പോൾ പെക്റ്റിൻ യൂസ് ചെയ്യും. അഗാർ എന്തിനാ യൂസ് ചെയ്യാം? അഗാർ കേട്ടിട്ടില്ലേ? കൾച്ചർ മീഡിയ. Agar is acting as a solidifying agent. So agar is an example of polysaccharide. Okay, agar അതായത് ന്യൂട്രിയൻ ബ്രോത്തും ന്യൂട്രിയൻ മീഡിയയും തമ്മിലുള്ള അഗാർ ആഡ് ചെയ്യുമ്പോൾ എന്താണ് acting as a solidifying agent. So all these are the different type of polysaccharide that is present in plants and animals. And then most important polysaccharide is starch. സ്റ്റാർച്ചിന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? സ്റ്റാർച്ചിനെ പറ്റിയിട്ട് സ്റ്റാർച്ച് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ?
ഇതിലിപ്പോ ആയുർവേദം കഴിഞ്ഞവരുണ്ട്, അതുപോലെ ഹോമിയോ, കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ. സ്റ്റാർച്ച് അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി കുഞ്ഞു കുട്ടികളൊക്കെ ചെയ്യും. ഏത് ടെസ്റ്റ് വെച്ചാണ്? ആ, അയഡിൻ ടെസ്റ്റ് അല്ലെ. അയഡിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർച്ചിന് എന്ത് ഫോം ചെയ്യും? ബ്ലൂ കളർ ഫോം ചെയ്യും. ആ, നമ്മൾ എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ സ്റ്റാർച്ച് കിട്ടുന്ന ആൾക്കാർ ഏറ്റവും ലക്കായിരിക്കും അല്ലെ. സാമ്പിൾ അനാലിസിസ് ചെയ്യുമ്പോൾ അതിന് പിന്നെ മാത്രമല്ല, അത് വാട്ടറിൽ പെട്ടെന്ന് ഡിസോൾവ് ആവും ഇല്ല അല്ലെ. അതായത് ഒരു കലങ്ങിയ പോലെ ബാക്കി എല്ലാ ഷുഗേഴ്സ് എന്താണ് ഈസി ആയിട്ട് ഡിസോൾവ് ചെയ്യും. പക്ഷെ സ്റ്റാർച്ച് അങ്ങനെ ഈസി ആയിട്ടൊന്നും ഡിസോൾവ് ചെയ്യില്ല. ഓക്കെ, ആൻഡ് ദെൻ സ്റ്റാർച്ച്. അപ്പൊ ഈ സ്റ്റാർച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പൊട്ടാറ്റോയിലുണ്ട്, ട്യൂബേഴ്സിലുണ്ടായിരിക്കും, എല്ലാത്തിലുള്ള ഒരു നമ്മള് ഇപ്പൊ ഫുഡ് ഇൻഡസ്ട്രിയിലും ഫുഡ് ടെക്നോളജി ഇതിലൊക്കെ നിങ്ങൾ ഇപ്പൊ ഇതിലൊക്കെ വരുമ്പോഴും സ്റ്റാർച്ചിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യം ഇതിൽ നമുക്ക് കൂടുതൽ നോക്കാനുള്ളത് സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചറോ ഇതൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട. ജസ്റ്റ് 2 കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. സ്റ്റാർച്ചിൽ 2 കമ്പോണൻസ് ആണുള്ളത്. വൺ ഇസ് amylose and another one is amylopectin. ഈ 2 പോയിന്റ് നമ്മൾ മനസ്സിൽ നന്നായിട്ട് വെക്കുക. amylose ഞാൻ പറഞ്ഞു പോളിസാക്രൈഡ് ആണ്. സോ പോളിസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 10 മോണോസാക്രൈഡ്സ് ആയിരിക്കും ഇതിൽ വരാം, പോളിസാക്രൈഡ്സിൽ വരാം. അപ്പൊ ഇതില് amylose എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് സ്ട്രക്ചർ ആൽഫ amylose. ആൽഫ amylose we can see D-glucose. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്ട്രക്ചർ ഏതിന്റെ സ്ട്രക്ചർ പോലെ തോന്നും? മാൾട്ടോസിന്റെ സ്ട്രക്ചർ പോലെ തോന്നും. ബട്ട് ഹിയർ ഇവിടെ എന്തുണ്ട്? ഒരു N ഇട്ടിട്ടുണ്ട്, കണ്ടോ? N ഇട്ടതിനർത്ഥം അത് കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇങ്ങനെ പോവാണ്. ഓക്കെ, അപ്പൊ 2 component that is present in starch is വളരെ ഇമ്പോർട്ടന്റ് ആണ്, amylose and amylopectin. Okay, so amylose, it is joined by alpha 1 to 4 linkage. Again, amylose is joined by 1 to 4 and amylopectin. Here, second diagram നോക്കിയൊക്കെ, സെക്കൻഡ് പോർഷനില് 1 to 6 linkage ഉണ്ടായിരിക്കും. അവിടെ ഒരു ബ്രാഞ്ചിങ് ഉണ്ട്, അതായത് ഒരു ഭാഗം ഇങ്ങനെ കണ്ടിന്യൂഷൻ ആയി പോവും. അടുത്ത് amylopectin, we can see which one? Alpha 1 to 6 linkage is present in amylopectin. അപ്പൊ ഇതാണ് സ്റ്റാർച്ചിൽ വരുന്ന ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ amylose ആൻഡ് amylopectin. അപ്പോ ഈ സ്റ്റാർച്ചിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്ന എൻസൈമിനെ പറയുന്ന പേരാണ് amylase enzyme. Amylase enzyme are involved in the hydrolysis of starch. നമ്മള് ഫുഡ് ഇൻഡസ്ട്രീസിൽ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോ കേക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോ ബേക്കിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ഈ എൻസൈംസ് യൂസ് ചെയ്യും. amylase ഒക്കെ യൂസ് ചെയ്യും. amylase യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആയിട്ടുള്ള ഷുഗർ ആക്കി മാറ്റും. ആ ഷുഗർ ആണ് ഇത് വരുന്നത് ഗ്ലൂക്കോസ്. അപ്പൊ ആ ഗ്ലൂക്കോസ് ആർക്ക് ഇപ്പൊ നമ്മൾ ഈസ്റ്റ് ഒക്കെ ആഡ് ചെയ്യலாம். ഈസ്റ്റിനൊക്കെ കൂടുതൽ ഫെർമെന്റ് ചെയ്യാനും എനർജി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഈസി ആയിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യും? ഗ്ലൂക്കോസ് കൊടുക്കും. അത് നമുക്ക് എൻസൈംസ് ഫുഡ് ഇൻഡസ്ട്രി ഒക്കെ വരുമ്പോൾ ആ ഭാഗങ്ങൾ നോക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കാം സ്റ്റാർച്ച് കണ്ടെയ്നിങ് 2 component. One is amylose and another one is amylopectin. So the starch is seen in plants as an insoluble starch granules, and then amylose difference note ചെയ്യാം. amylose, it is a linear polymer, it is water soluble, and linkage that is present in amylose is alpha 1 to 4. Another one is amylopectin. Amylopectin, it is branched form and it is water insoluble, and the linkage is alpha 1 to 6 glycosidic linkage. It is amylopectin. Clear? So starch, it is hydrolyzed by an enzyme is known as amylase. Starch hydrolyze ചെയ്യുന്ന എൻസൈമിനെ പറയുന്ന പേരാണ് amylase എന്ന് പറയുന്നത്. Okay, and then next enzyme is, next compound is dextrin. Dextrins എന്ന് പറയുകയാണെങ്കിൽ they are the breakdown product of starch by
enzymes such as amylase or dilute acid. സ്റ്റാർച്ചിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ, അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം നമുക്ക് കിട്ടുന്നത് ഏതാണ്? ഗ്ലൂക്കോസ് ആണ്. പക്ഷെ അതല്ലാണ്ട് ഒരു ഫോം ഡെക്സ്ട്രിൻസ് ഫോമിൽ കിട്ടും. ആ ഒരു ബ്രേക്ക് ഡൗൺ പ്രൊഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ബ്രേക്ക് ഡൗൺ പ്രൊഡക്റ്റ് ഓഫ് സ്റ്റാർച്ചിനെ പറയുന്ന പേരാണ് ഡെക്സ്ട്രിൻസ് എന്ന് പറയുന്നത്. അതൊരു ചെറിയൊരു പോളിസാക്കറൈഡ് ഫോം തന്നെയാണ്. പിന്നെ ഡെക്സ്ട്രാൻസ് എന്ന് പറയും. ദാറ്റ് ഈസ് the polymers of glucose, it is produced by microorganism. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇന്നുലിൻ എന്ന് പറയും. അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്നുലിൻ എന്ന് പറയുകയാണെങ്കിൽ it is the polymers of fructose. Inulin is a polymer of fructose and then it is easily soluble in water and it is used in kidney function test. അതായത് ഇൻസുലിൻ ക്ലിയറൻസ് ടെസ്റ്റ് ഒക്കെ ചെയ്യും. അപ്പൊ it is present in garlic and onion. ഗാർലിക്കിലും ഒനിയനിലും പ്രസന്റ് ചെയ്തിരിക്കുന്ന വൺ ഓഫ് ദ പോളിസാക്കറൈഡ് ആണ് ഇനുലിൻ എന്ന് പറയുന്നത്. ഇനുലിൻ എന്ന് പറയുമ്പോൾ ഇനുലിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് നോട്ട് ചെയ്യുക, ഫ്രക്ടോസ് എന്നാണ്. ഇറ്റ് ഈസ് ദ ലീനിയർ പോളിമർ ഓഫ് ഫ്രക്ടോസ്. And then വേറൊരു പോളിസാക്കറൈഡ് ആണ്, അനദർ പോളിസാക്കറൈഡ് ആണ് ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ ഇറ്റ് ഈസ് ദ സ്റ്റോറേജ് പോളിസാക്കറൈഡ്. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ആനിമൽ. നമുക്ക് ഓൾറെഡി അറിയാം, ലിവറിലും കാണും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ സ്കെൽറ്റൽ മസിൽ. ഓക്കെ, ദിസ് ഗ്ലൈക്കോജൻ ഈസ് പ്രസന്റ് ഇൻ ലിവർ ആൻഡ് സ്കെൽറ്റൽ മസിൽ. ആൻഡ് ദെൻ ഇറ്റ് സ്ട്രക്ചർ സിമിലർ ടു starch structure, but in the case of it is highly branched structure. That is the difference between starch and glycogen. Glycogen we can see highly branched structure. The important point note here, animal polysaccharide, it is glycogen, it is present in liver and it is highly branched structure. And next structural polysaccharide is another structural polysaccharide is cellulose. ഇത് കൂടി കഴിഞ്ഞാൽ നിർത്തും. സെല്ലുലോസ് എന്ന് പറയുമ്പോൾ നമുക്ക്, ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്ലാന്റ് സെൽ വോൾ ഈസ് മേഡപ്പ് ഓഫ് സെല്ലുലോസ് ആണ്. സെല്ലുലോസിന്റെ ആദ്യം നമുക്ക് അതിലെ കമ്പോണൻസ് എന്തൊക്കെയാന്ന് നോക്കാം. സെല്ലുലോസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, അതിൽ ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് ബീറ്റാ ഡി ഗ്ലൂക്കോസ് ആണ്. ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് ബീറ്റാ ഡി ഗ്ലൂക്കോസ്. അപ്പൊ ചോദിക്കും, dash is the polymers of beta D glucose, that is cellulose. Okay, cellulose is the polymer of beta D glucose and the linkage present in cellulose is beta 1 to 4. And the വളരെ important ആണ്. Beta 1 to 4 is the linkage, it is present in cellulose. സ്റ്റാർച്ചിന്റെ കേസിൽ അമൈലോസിൽ ഏത് ലിങ്കേജാ പ്രസന്റ് ചെയ്തിരിക്കുന്നത്? Alpha 1 Amylopectin 1.6. In the case of cellulose, it is beta 1 to 4. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, സെല്ലുലോസ് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡിയിൽ? ഇല്ല. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ ഡൈജസ്റ്റബിൾ കാർബോഹൈഡ്രേറ്റ്. അല്ലെ, നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇൻ ദ കേസ് ഓഫ് റൂമിനൻസ്, അതുപോലെ തന്നെ ഹെർബിവോഴ്സിനൊക്കെ എന്ത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും? നമ്മള് ചെതലില്ലേ, ചെതല്, അതിനൊക്കെ എന്താ ചെയ്യാൻ പറ്റുക? സെല്ലുലോസിനെ, അല്ല, ഈ ചെതലിനൊക്കെ ടർമൈറ്റ്സ് അല്ലെ, അതിനൊക്കെ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹെർബിവോഴ്സിലൊക്കെ ഇതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും, സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമിനെ പറയുന്ന പേരാണ് സെല്ലുലേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സെല്ലുലോസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ സ്റ്റാർച്ച് പോളിസാക്കറൈഡ്സ്. നോൺ സ്റ്റാർച്ച് പോളിസാക്കറൈഡിന് ഒരു എക്സാമ്പിൾ ആണ് ഇത് വരുന്നത്, സെല്ലുലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഹെമി സെല്ലുലോസ്. ഇപ്പൊ സെല്ലുലോസ് പോലെ തന്നെ ഇറ്റ് ഈസ് പ്രസന്റ് അലോങ് വിത്ത് പ്ലാന്റ് സെൽ വോൾ ആണ് ഹെമി സെല്ലുലോസ്. And this hemicellulose containing xylose, arabinose and glucuronic acid. അത് ജസ്റ്റ് നോക്കിയാൽ മതി, similar to cellulose. And this hemicellulose having water holding capacity. Hemicellulose having water holding capacity. Next, നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. Chitin. Chitin, it is present in the exoskeleton of
ഇൻസെക്ട്സ് ആൻഡ് ക്രസ്റ്റേഷ്യൻസ്. ഇത് എന്ത് പോളിമർ ആണെന്ന് ചോദിക്കും. ഇറ്റ് ഈസ് ദ പോളിമർ ഓഫ് N-acetyl D-glucosamine. It is the polymer of N-acetyl D-glucosamine and it is an example of homopolysaccharide. അതും കൂടി ചോദിക്കും. അപ്പൊ N-acetyl D-glucosamine ഏതിലാണ് കാണുന്നത്? ഏതിന്റെ കമ്പോണന്റ് ആണ് N-acetyl D-glucosamine? ഒരു ബാക്ടീരിയനെ പറ്റി ഒരു ക്ലൂ തരാം. അപ്പൊ എന്താണ് N-acetyl D-glucosamine എവിടെയാണ് കാണുന്നത്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ബാക്ടീരിയയില് പെപ്റ്റിഡോഗ്ലൈക്കാൻ ഉണ്ട് അല്ലെ. അപ്പൊ പെപ്റ്റിഡോഗ്ലൈക്കാനിലെ വൺ ഓഫ് ദ കമ്പോണന്റ് ആണ് ഇത് വരുന്നത് N-acetyl D-glucosamine ഗ്ലൂക്രോണിക് ആസിഡും. ഇത്രയും ആലോചിക്കാം. കൈറ്റിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് homopolysaccharide and it is a polymer of N-acetyl D-glucosamine. ഇത്രയും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ ആദ്യം കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആണ്. സ്വീറ്റ് ഷുഗർ ആണ്. സാക്കറൈഡ്സ് ആണ്. അപ്പൊ അത് പ്രൊവൈഡ് എനർജി ആണ്. സ്ട്രക്ചറൽ റോൾ ഉണ്ട്. അതുപോലെ കമ്പോണൻസ് ഓഫ് ന്യൂക്ലിക് റൈബോസ് ഷുഗർ, കമ്പോണൻസ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് and also the components of coenzyme. And then carbohydrate classified into monosaccharides, disaccharides, polysaccharides, oligosaccharides. Mono means simplest sugar and they cannot be hydrolyzed. Examples are triose, tetrose, pentose, hexose and heptose. And keto, 6-carbon keto sugar fructose, sweetest sugar fructose and glucose. And di we can see made up of 2 monosaccharides joined by glycosidic bond. Okay, in this di we can see 3 types. One is maltose, lactose and sucrose. Malt sugar, milk sugar. Malt sugar is maltose, milk sugar is lactose, invert sugar it is sucrose. Okay, and then raffinose. Raffinose is an example of trisaccharide, that is glucose, galactose and fructose. 2 to 10 monosaccharide, it is known as oligosaccharides. Okay. And then polysaccharide means more than 10 monosaccharide. Examples of polysaccharide, homo and hetero. Homo means same monosaccharide. Example is starch, glycogen, cellulose and chitin. Hetero means made up of different monosaccharides. Homopolysaccharide, one of the example is, and again polysaccharide, another classification, that is structural polysaccharide and storage polysaccharide. Structural means structure, cellulose, chitin. Storage means starch and glycogen. Okay, then starch components are amylose and amylopectin, and hydrolyzed by an enzyme is amylase. Amylose we can see alpha 1 to 4 linkage. Amylopectin it is 1 to 6. And then water soluble portion of starch is amylose. Water insoluble amylopectin. Animal starch is glycogen. And then most abundant polysaccharide it is cellulose. And linkage present in cellulose is beta 1 to 4, not digested by mammals. Okay, and then polymers of fructose, it is known as polymers of fructose is inulin. Okay, and then middle lamella of plant cell wall is made up of which one? Pectin. Middle lamellae, pectin. Beta 1 to 4 linkage is present in which polysaccharide? Cellulose. Okay, cellulose, beta D glucose. And amylose, amylopectin, clear? Chitin, the chitin is a polymer of N-acetyl D-glucose. N-acetyl. Hello. Okay. Thanks, madam.
ക്ലാസ്സുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മാഡം എടുത്തു. എനിക്ക് തോന്നുന്നു മാഡം ഇടയ്ക്ക് കട്ടായി പോയെന്ന് തോന്നുന്നു. മാഡത്തിന് എക്സിറ്റ് ആയി. ഓക്കെ, മാഡം വളരെ ഡീറ്റെയിൽ ആയിട്ട് ആണ് ക്ലാസ്സിൽ എടുത്തത്. തീർച്ചയായിട്ടും വളരെ നന്ദി ക്ലാസ്സിൽ. കാരണം നിങ്ങൾക്കറിയാം ആ ഒരു എക്സ്പെർട്ടൈസ് മാഡത്തിന്റെ ക്ലാസ്സുകളിൽ തന്നെ കാണുന്നുണ്ട് അല്ലെ. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി അതിന്റെ ഒരു എല്ലാവിധ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ചിലർക്ക് ഉള്ളൊരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് മെസ്സേജ് അയച്ചു, സാർ മലയാളത്തിൽ ക്ലാസ് എടുക്കുന്നു. അത് നിങ്ങൾ പറയരുത്. ഞാനൊരു മലയാളത്തിലും ഇംഗ്ലീഷിലും ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. കാരണം ഞങ്ങൾ സിവിൽ സർവീസിനും അതുപോലെ PSCക്കൊക്കെ ക്ലാസ് എടുക്കുന്നവരാണ്. നമ്മൾ മലയാളത്തിലും മറ്റും ഇതൊക്കെ രസകരമായിട്ടൊക്കെ എടുക്കുമായിരിക്കാം. പക്ഷെ അതിലല്ല കാര്യം. നമ്മളിവിടെ ക്ലാസ്സുകൾ എന്നുള്ളത് എന്താണ്, ഇതൊരു ടെക്നിക്കൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ ടെക്നിക്കൽ സബ്ജക്ട് നമ്മൾ എന്ത് കാണണം, ആ രീതിയിലുള്ള ടെക്നിക്കൽ നോളജോട് കൂടി ആ ടെക്നിക്കൽ ടേംസ് ഇംഗ്ലീഷ് തന്നെയാണ്. മാത്രമല്ല എക്സാം നടക്കുന്നത് ഇംഗ്ലീഷിലാണ്, നമ്മുടെ നോട്ട്സ് ഇംഗ്ലീഷാണ്. പക്ഷെ ക്ലാസ്സുകൾ മലയാളത്തിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ്സിലെല്ലാം പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട. പിന്നെ നമുക്ക് ടൈമുള്ള 8 to 9 തന്നെയാണ്. പക്ഷെ കുറച്ച് ആ ഒരു പോർഷൻസ് തീരാനുള്ളത് കൊണ്ടാണ് കുറച്ച് മുന്നോട്ട് പോയത്. ഇനി വരും ദിവസങ്ങളിൽ നാളെ നമുക്ക് ഉണ്ടാകുക സിദ്ധാർത്ഥ് സാറാണ്. അദ്ദേഹം ഇതേപോലെ തന്നെ ഡോക്ടറേറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇതുപോലെ തന്നെ ഈ ഒരു പ്രഗത്ഭമായിട്ടുള്ള ഒരു ഈ ഫീൽഡ് എക്സ്പേർട്ട് ആണ്. അപ്പൊ നിങ്ങൾ ഇത് ഓരോ ക്ലാസ് കണ്ടാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എന്താണ് വളരെ ഡീറ്റെയിൽഡ് എക്സ്പേർട്സ് ആണ് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതില് എനിക്ക് ഐ ക്യാൻ വൗച്ച് ഫോർ ദാറ്റ്. ഓക്കെ, because this is the best faculty, food and science faculty available in Kerala. കേരളത്തിലുള്ള നിലവിലെ ഏറ്റവും ബെസ്റ്റ് അക്കാഡമിക് ടീമാണ്. അതെനിക്കൊരു സംശയമേ ഇല്ല. കാരണം ഇന്നെടുത്ത മാഡത്തിന്റെ ആ ഒരു ക്ലാസ്സുകളുടെ ക്വാളിറ്റി, ഇൻ ഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു പ്രസന്റേഷൻ, അതായത് ഒരു സയന്റിഫിക് ലെവലിൽ കുറേയധികം അവിടെയുള്ള ഇതേ യൂണിവേഴ്സിറ്റികളുടെ PG UG അതുപോലെ PhD സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുന്ന ഒരു പ്രമുഖ ഫാക്കൽറ്റി എന്ന രീതിയിൽ we are blessed that and we are lucky that we have got such a faculty for our program. തീർച്ചയായിട്ടും ഈ ഹൈ ക്വാളിറ്റി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമുക്കൊപ്പം വന്ന കുറേയധികം ഡോക്ടേഴ്സ് ഉണ്ട്. വി വെൽക്കം ഓൾ ഓഫ് ദം, എസ്പെഷ്യലി ഫ്രം those from BDS, ആയുർവേദ ആൻഡ് ഹോമിയോപ്പതി, ആൻഡ് ഓൾസോ MSc ഗ്രാജുവേറ്റ്സ് ഉണ്ട്. ബാക്കിയുള്ള ബയോടെക്നോളജി, ഫുഡ് ടെക്നോളജി, ഡയറ്റ് ടെക്നോളജി ഗ്രാജുവേറ്റ്സിനൊക്കെ ഞാൻ വെൽക്കം ചെയ്യാണ്. നിങ്ങൾക്ക് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിനെ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും അവർ സഹായിക്കും. ഒരു വർക്കിംഗ് ടൈമിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. അപ്പൊ അതുകൊണ്ട് അപ്പൊ അത് ആ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതേപോലെ തന്നെ നാളെ ക്ലാസ് സിദ്ധാർത്ഥ് സാറിന്റെയാണ്, മറ്റന്നാൾ ആര്യ മാഡത്തിന് ഉണ്ടാവും. അതിനുശേഷം തൊട്ടടുത്ത ദിവസം ഇതേപോലെ തന്നെ പോകും.